silvering of lens silvering of lens. Silvering of lens. Right. So this is lens in the surface silver silver lens in the surface silver yes, convex lens convex lens, biconvex lens biconvex lens surface silver 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 okay. Now just type and okay, right hand actual refraction refraction okay. Refraction. So two refraction, one reflection. Clear? About the similar in the next number of light and refraction. Similar surface refraction. Refraction. So, random refraction and random reflection. System in there, effective focal length is equal to system in there, effective focal length is equal to system I value the next stage combination I value layer so this is a system. System is a system of combination of lengths and yes. So 1 by f of t equal to 1 by focal length of refraction, 1 by focal length of refraction plus 1 by focal length of refraction again plus 1 by focal length of refraction. Now refraction is so 1 by f of t equal to effective focal length of the system is equal to 2 divided by focal length of refraction plus 1 divided by focal length of reflection. Yes, equal sound problem law. Audio key and the problem.
You people still see. High boss. That's a boss. മക്കളെ ഇപ്പൊ എക്കോ ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും സൗണ്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഫീൽ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞെന്താ, 1/f effective equal to 2 divided by f refraction plus 1 divided by f reflection, right? 2 divided by f refraction by 1 divided by f reflection. എന്തുകൊണ്ട് അവിടെ 2 ആണെന്ന് മനസ്സിലാക്കുക. 2 എന്നത് ഇവിടെ 2 തവണ എന്ത് നടന്നു? റിഫ്രാക്ഷൻ നടന്നു. ക്ലിയർ മക്കളെ? ഞാൻ 2 എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ആ 2 എക്സാമ്പിൾസ് സാധാരണ ചോദിക്കാറ്. 2 എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഇത് നോട്ട് ചെയ്യണേ. അപ്പോ 1/f effective equal to 2 divided by focal length of refraction plus 1 divided by focal length of reflection. ക്ലിയർ ആയോ? അതിൽ സംശയം ഉണ്ടോ ആർക്കെങ്കിലും? അതിൽ സംശയം ഉണ്ടെങ്കിൽ വേഗം പറയൂ. അതിൽ സംശയം ഉണ്ടോ? യെസ്. മക്കളെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. യെസ്, എക്സാമ്പിൾ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. അതായത് ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് എടുത്തിട്ടുണ്ട്. ഈ പ്ലാനോ കോൺവെക്സ് ലെൻസിന്റെ ഒരു സർഫസ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? സിൽവർ ചെയ്തിരിക്കുന്നു. ഈ പ്ലെയിൻ സർഫസ് സിൽവർ ആണ്. ഈ പ്ലെയിൻ സർഫസ് സിൽവർ ചെയ്തിരിക്കുന്നു. ക്ലിയർ? അങ്ങനെ ചോദ്യമുണ്ട്. പ്ലെയിൻ സർഫസ് സിൽവർ ചെയ്തിരിക്കുന്നു ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസിന്റെ. അപ്പോ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇതിന്റെ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് എത്രയാണെന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ മക്കളെ? കണ്ടുപിടിക്കാൻ പോണേ. ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോണേ, പിന്നെ അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത് നമുക്ക് പിന്നെ പറഞ്ഞുതരാം. സോ ഇതിന്റെ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്തിന് എന്ത് സംഭവിക്കും കേട്ടോ? ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ സിൽവർ ചെയ്ത് വെട്ടുള്ള സാധനം ഉണ്ടല്ലോ, ഒരു ലെയർ ആണല്ലോ ഈ സിൽവർ ചെയ്യാന്ന് പറഞ്ഞാൽ. സിൽവർ എന്ത് ചെയ്യുക? കോട്ട് ചെയ്യാന്ന് അർത്ഥം. ആ കോട്ട് ചെയ്തിരിക്കുന്ന ലെയറിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് അതിൽ നിന്ന് അടർത്തി മാറ്റുക കേട്ടോ. സിൽവർ ചെയ്ത ആ ലെയറിനെ എന്ത് ചെയ്യുക? ഒന്ന് അതിൽ നിന്ന് അടർത്തി മാറ്റുക. നമ്മുടെ ഈ ഉള്ളിയുടെ തൊലി പൊളിക്കണ പോലെ, ഉള്ളി കണ്ടിട്ടില്ലേ? ഉള്ളിയുടെ തൊലി നമ്മൾ ഇങ്ങനെ പൊളിച്ച് കളണ പോലെ ആ ലെയർ മാത്രം എന്ത് ചെയ്യാം? നമ്മൾ ഇങ്ങനെ അടർത്തി മാറ്റുക. അപ്പൊ ഞാൻ ഈ സർഫസ് ഈ കാര്യത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാം? ആ ലെയർ ഒന്ന് അടർത്തി മാറ്റാൻ പോകട്ടെ. ശ്രദ്ധിച്ച് ഓർക്കോളൂ. ഞാൻ എന്ത് ചെയ്തു? ഈ സിൽവർ ചെയ്തിട്ടുള്ള ലെയറിനെ ഞാൻ മറ്റേ അടർത്തി മാറ്റി. അപ്പൊ സിൽവർ ചെയ്ത ലെയർ നമ്മൾ അടർത്തി മാറ്റിയപ്പോ സിൽവർ ചെയ്ത ലെയർ ഇങ്ങനെയാണ് നിൽക്കണേ. ഇതാണ് സിൽവർ ചെയ്ത ലെയർ. ഞാൻ അടർത്തി മാറ്റിയതാട്ടോ കേട്ടാ. ബാക്കി ഭാഗം എന്ത് കിട്ടുന്നുണ്ടോ? ബാക്കി ഭാഗം ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ്. അപ്പൊ ഞാൻ എന്താ ചെയ്തേ? ആക്ച്വലി ഇതാണ് നമ്മുടെ അവസ്ഥ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സിൽവർ ചെയ്തിട്ടുള്ള ലെയറിനെ മാത്രം എന്ത് ചെയ്തു? നമ്മൾ അടർത്തി മാറ്റി വെച്ചു. ബാക്കി കിട്ടുന്ന ലെൻസിനെ നമ്മൾ സെപ്പറേറ്റ് വരച്ചു. ഈ സെറ്റ് ക്ലിയർ മക്കളെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ സാധനം പോയിട്ട് ഇവിടെ ഒട്ടിച്ചു വെച്ചത് കിട്ടും അല്ലെ? ദിസ് പ്ലസ് ദിസ് ഈക്വൽ ടു ദിസ്. അത് ശരിയാണോ? കിട്ടിയാ അത് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ സിൽവർ ചെയ്തിട്ടുള്ള ലെയറിനെ മാത്രം എന്ത് ചെയ്തു? മാറ്റി വെച്ചു. ബാക്കി അപ്പൊ ലെൻസും ഒരു ലെയറും കിട്ടി. ഇസ് ദാറ്റ് ക്ലിയർ? യെസ്. ലെൻസിലാണ് റിഫ്രാക്ഷൻ നടക്കുക. അത് ഏത് കൊച്ചു കുട്ടിക്ക് വരെ അറിയാട്ടോ. ഈവൻ LKG സ്റ്റുഡൻസ് വരെ അറിയാം ലെൻസിലാണ് എന്ത് നടക്കുക? റിഫ്രാക്ഷൻ നടക്കുക. ഈ മിററിലാണ് എന്ത് നടക്കുന്നത് മക്കളെ? റിഫ്ലക്ഷൻ നടക്കുന്നത്. സോ ഇവിടെയാണ് റിഫ്ലക്ഷൻ നടക്കുക, ഇവിടെയാണ് എന്ത് നടക്കുന്നത്? റിഫ്രാക്ഷൻ നടക്കുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ എഴുതും മക്കളെ. 1/f effective equal to 2 divided by focal length of refraction plus 1 divided by focal length of reflection. Is that clear? ഇതാണ് നമ്മുടെ ultimate equation. 1 divided by effective focal length is equal to 2 divided by f refraction plus 1 divided by f reflection. Clear?
മക്കളെ റിഫ്രാക്ഷൻ നടക്കുന്നത് എവിടെയാന്ന് നോക്കിയേ. റിഫ്രാക്ഷൻ നടക്കുന്നത് എവിടെയാന്ന് നോക്കിയേ. റിഫ്രാക്ഷൻ നടക്കുന്നത് പ്ലാനോ കോൺവെക്സ് ലെൻസിലാണ് അല്ലെ. റിഫ്രാക്ഷൻ നടക്കുന്നത് പ്ലാനോ കോൺവെക്സ് ലെൻസിലാണ്. നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് പ്ലാനോ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ മാറ്റും. ശ്രദ്ധിച്ചോളൂ. 1/f is equal to നമ്മളെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല 1/f equal to റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് നമ്മൾ n നട്ടെ അല്ലെ. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് -1/1. ഇതെന്താ അർത്ഥം മക്കളെ? ഈ -1/1 -1/1 അർത്ഥം പറഞ്ഞ വേഗം പറ. -1 എടുക്കാതെ കാരണം യെസ് ഇറ്റ് ഈസ് എൻ എയർ. കേട്ടോ, വേറൊരു മീഡിയം സ്പെസിഫൈ ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് എൻ എയർ. യെസ് ഓക്കെ. റിഫ്രാക്റ്റീവ് ഓഫ് ലെൻസ് -1/1 into 1/r. അയ്യോ സാർ അങ്ങനെയല്ലോ സാർ. 1/r1 -1/r2 എഴുതണ്ടേ സാർ? എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല സാർ. എന്തുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല സാർ? അത് പ്ലാനോ കോൺവെക്സ് ലെൻസ് ആണ്. ഒരു സർഫസ് എന്താണ് മക്കളെ? പ്ലെയിൻ ആണ്. ഒരു സർഫസ് മാത്രമേ കർവ്ഡ് ഉള്ളൂ. സോ 1/r1 -1/r2 നിന്ന് എഴുതി നിങ്ങൾ എന്ത് ചെയ്യരുത്? സമയം കളയരുത്. ഇറ്റ് ഈസ് 1/r. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. സോ ഇതാണ് നമ്മുടെ പ്ലാനോ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ക്ലിയർ ആയോ മക്കളെ? റിഫ്രാക്റ്റീവ് ഓഫ് ലെൻസ് -1 into 1/r. 1/r1 ഇല്ല, r2 ഇല്ല. ഒരു സർഫസ് പ്ലെയിൻ ആയാണുണ്ട്. ഓക്കെ. യെസ്, ഇതാണ്. ഇവിടെയാണ് എന്ത് നടക്കുന്നത് മക്കളെ? ഈ ലെൻസിലാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. സോ ദിസ് ഈസ് റിഫ്രാക്ഷൻ. ഫോക്കൽ ലെങ്ത് ഓഫ് റിഫ്രാക്ഷൻ എഴുതാം. സോ 1 focal length of refraction is equal to refractive index of lens -1 into 1/r. ഓക്കെ. യെസ്, അപ്പൊ അത് കിട്ടി. ഇനി റിഫ്ലക്ഷൻ നടക്കുന്ന എവിടെയാന്ന് നോക്കിയേ. റിഫ്ലക്ഷൻ നടക്കുന്നത് എവിടെയാണ്? റിഫ്ലക്ഷൻ നടക്കുന്ന എവിടെയാന്ന് നോക്കിയേ. ആ ലെയറിലാണ്, സിൽവറിന്റെ ലെയറിലാണ്. ആ സിൽവർ ലെയറിന്റെ ഷേപ്പ് എന്താന്ന് നോക്കിയേ. പ്ലെയിൻ ആണ്. സോ ഇറ്റ് ഈസ് ആക്ട് ആസ് എ പ്ലെയിൻ മിറർ അല്ലെ. റിഫ്ലക്ഷൻ നടക്കുന്ന സർഫസ് എന്താണ്? പ്ലെയിൻ ആണ്. സോ അതൊരു പ്ലെയിൻ മിറർ പോലെ ആക്ട് ചെയ്യുന്നു. പ്ലെയിൻ മിററിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? പ്ലെയിൻ മിററിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള പ്ലെയിൻ മിററിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് പ്ലെയിൻ മിറർ? ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്ലെയിൻ മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് ഈസ് ഫോക്കൽ ലെങ്ത് ഓഫ് പ്ലെയിൻ മിറർ ഈസ് ഇൻഫിനിറ്റി. ക്ലിയർ? യെസ്. ഈ ഇതിലാണ് എന്ത് നടക്കുന്നത് മക്കളെ? റിഫ്ലക്ഷൻ നടക്കുന്നത്. സോ ഫോക്കൽ ലെങ്ത് ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഇൻഫിനിറ്റി ഹിയർ ആൻഡ് ഫോക്കൽ ലെങ്ത് ഓഫ് റിഫ്രാക്ഷൻ ഈസ് റിഫ്രാക്റ്റീവ് ഓഫ് ലെൻസ് -1/r. ഇത് രണ്ടും അറിയാവുന്നതിന് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം മക്കളെ. 1 focal length effective focal length is equals 1 effective focal length is equals നോക്കൂ 2 into 2/f refraction. അതായത് 2 into 1/f refraction. 1/f refraction ഇതാണ് അല്ലേ. സോ 2 into refractive index of lens -1/r ആണോ? 2 into refractive of lens -1/r plus 1/f reflection. What is reflection? Reflection മക്കളെ ഈ ലെയർ പ്ലെയിൻ മിററിന്റെ ഫോക്കൽ ലെങ്ത് ഇൻഫിനിറ്റി. സോ 1/infinity. So 1/infinity 0 പോയി. Effective focal length is equal to r divided by 2 into refractive index of lens -1. Effective focal length is equal to r divided by 2 into refractive index of lens -1. So that is the effective focal length of this system. Effective focal length of the system r divided by 2 into refractive index of lens -1. അതിൽ ലെൻസിന്റെ മാത്രം ഫോക്കൽ ലെങ്ത് എത്രയായിരുന്നു മക്കളെ? ഒന്ന് നോക്കി പറ. ലെൻസിന്റെ മാത്രം ഫോക്കൽ ലെങ്ത് ഏതായിരുന്നു? ഒന്ന് നോക്കിയേ. ലെൻസിന്റെ മാത്രം ഫോക്കൽ ലെങ്ത് ഏതാ? ലെൻസിന്റെ മാത്രമുള്ള ഫോക്കൽ ലെങ്ത് ഇതാണ്. 1/f refraction is equal to refraction of lens -1/r അല്ലേ? So what is the focal length of lens? ലെൻസിന്റെ മാത്രം എടുക്കുമ്പോ it is r divided by refractive of lens -1 ആണ്. r divided by refractive of lens -1 ലെൻസിന്റെ മാത്രം എടുക്കുമ്പോ അല്ലെ. ക്ലിയർ അല്ലേ? ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ ഇത്. അപ്പോ തലയിരിക്കും മക്കളെ. എഫ് റിഫ്രാക്ഷൻ അടിയിലാണ്. അപ്പൊ തലയിരിക്കും. അപ്പൊ ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് എന്ന് പറയുമ്പോൾ r divided by refractive of lens -1. ഇത് ലെൻസിന്റെ മാത്രം. ഇത് ഇഫക്റ്റീവ് ഓഫ് ദ സിസ്റ്റം. ആ സിൽവർ ചെയ്തിട്ടുള്ള സിസ്റ്റത്തിന്റെ അടക്കം ഇതാണ് r divided by 2 into refractive of lens -1. മക്കളെ ഇതൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഓഫ് ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് divided by 2. ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് divided by 2. അപ്പൊ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള റിലേഷൻ കിട്ടി. ഇതാണ് സാധനം. റിഫ്രാക്റ്റീവ് ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ സിൽവർ ചെയ്തിട്ടുള്ള സിസ്റ്റം ഇതിന്റെ ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് divided by എന്ത് കിട്ടി മക്കളെ? 2 എന്ന് കിട്ടി.
ഏത് സർഫസ് സിൽവർ ചെയ്തേക്കണേ? പ്ലെയിൻ സർഫസ്. ഒരു ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ ഉള്ള ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസിന്റെ പ്ലെയിൻ സർഫസ് സിൽവർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞേ? ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ ഉള്ള ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസിനെ പ്ലെയിൻ മിറർ സിൽവർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്? ഇറ്റ് ഈസ് 10. യെസ്, വെരി ഗുഡ്, 10. ക്ലിയർ? അപ്പൊ അതൊരു 10 ആയി മാറി. അത്രയുള്ള പരിപാടി. ഇപ്പൊ പ്ലാനോ കോൺവെക്സ് ലെൻസിന്റെ പ്ലെയിൻ സർഫസ് സിൽവർ ചെയ്ത് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് വിൽ ബി ഈക്വൽ ടു ഹാഫ് ഓഫ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോൺവെക്സ് ലെൻസ്. It is 10. And it will act as a concave mirror. It will act as a concave mirror. ശ്രദ്ധിച്ചോട്ടാ, കോൺവെക്സ് ലെൻസിനെ സിൽവർ ചെയ്താൽ അത് കോൺകേവ് മിറർ ആവും. കോൺവെക്സ് ലെൻസിനെ സിൽവർ ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺകേവ് മിറർ ആവും. So what is the focal length of this concave mirror? 10 centimeter. Focal length of the concave mirror is equal to half of the focal length of the convex lens. Clear ആയോ? Is that clear? Yes. അത്രയുള്ള മക്കളെ. കോൺവെക്സ് ലെൻസിനെ സിൽവർ ചെയ്ത കോൺകേവ് മിറർ, കോൺകേവ് ലെൻസിനെ സിൽവർ ചെയ്താൽ കോൺവെക്സ് മിറർ. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കാം. Again, പ്ലാനോ കോൺവെക്സ് ലെൻസ് എടുത്തിരിക്കുന്നു. അപ്പൊ നമ്മൾ വീണ്ടും ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് എടുത്തിരിക്കുന്നു. ഈ ഒരു എക്സാമ്പിളോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ മക്കളെ. പ്ലാനോ കോൺവെക്സ് ലെൻസ് എടുത്തിരിക്കുന്നു. അതിന്റെ സ്പെറിക്കൽ സർഫസ് സിൽവർ ചെയ്തിരിക്കുന്നു. ക്ലിയർ? യെസ്. ഇതിന്റെ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഒന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? അതെങ്ങനെ കോൺകേവ് ആയെന്ന് അയറും ചോദിക്കുന്നുണ്ട് മക്കളെ. അത് കോൺകേവ് ആണ്. കോൺകേവ് മിററിന്റെ പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുന്നത്. അതായത് ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ലൈറ്റ് റേസ് കൺവേർജ്ഡ് ആയി പോവാണ് ചെയ്യണേ. അപ്പൊ ഒരു പാരലൽ ആയിട്ടുള്ള ഒരു ലൈറ്റ് ബീംസ് അതിന്റെ ഉള്ളിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു കൺവേർജ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ബീംസ് കൂടി ചേർന്ന് ഒരു റിയൽ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വൈ കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഷേപ്പ് നോക്കുമ്പോൾ എന്ത് ചെയ്യില്ല, നമുക്ക് അത് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും അത് നമ്മൾ എക്സ്പെരിമെന്റിൽ ചെയ്ത് നോക്കുമ്പോൾ അതൊരു കോൺകേവ് മിറർ പോലെ ആക്ട് ചെയ്യുന്നു. ഓക്കെ, കോൺകേവ് മിററിന്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുന്നു. റൈറ്റ്, നമുക്ക് നോക്കാം. ഇത് അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് തന്നെയാണ്. ഏത് സർഫസ് ആ സിൽവർ ചെയ്തിരിക്കണേ? നമ്മുടെ സ്പെറിക്കൽ സർഫസ് സിൽവർ ചെയ്തിരിക്കുന്നു. യെസ്, നോക്കൂ എന്താ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞേ. ആദ്യം സർഫസിനെ മാറ്റി വയ്ക്കുക. ഉള്ളിയുടെ തൊലി കളയുന്നത് പോലെ എന്ത് ചെയ്യാം? ഈ സർഫസിനെ മാറ്റി വെച്ചു. ബാക്കി എന്താണ്ടാവും? അതാ ഒരു ഏത് മിറർ ഉണ്ടാവും? ഏത് ലെൻസ് കൂടി ഉണ്ടാവും മക്കളെ? ഒരു പ്ലാനോ കോൺവെക്സ്. നിങ്ങൾ നോക്കട്ടെ മക്കളെ, ഇതുമ്മേ ഇത് ഒട്ടിച്ചു വെച്ചാൽ മതി. ഇതുമ്മേ ഇത് ഒട്ടിച്ചു വെച്ചത് കിട്ടും കേട്ടോ. തെറ്റിക്കരുത്. ആ ലെയർ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? മാറ്റി കളയണുള്ളൂ. അപ്പൊ ലെയർ മാത്രം മാറ്റി കളയുമ്പോൾ ലെയറിന്റെ ഷേപ്പ് ഇവിടെ കിട്ടി. ബാക്കി എന്ത് വരുന്നുണ്ട്? ഒരു പ്ലാനോ കോൺവെക്സ് ഷേപ്പിനെ വരുന്നുണ്ട്. ഈ ലെൻസിന് അവിടെ കിട്ടുന്നുണ്ട്. ക്ലിയർ? തെറ്റിക്കരുത്. ഓക്കെ, യെസ്. ഇവൻ റിഫ്രാക്ഷൻ നടത്തുന്നു. അത് നമുക്കറിയാം. അവൻ റിഫ്രാക്ഷൻ നടത്തണേ. ഇവൻ എന്താ ചെയ്യണേ? റിഫ്ലക്ഷൻ. ഇതെന്ത് നടത്തുന്നു മക്കളെ? റിഫ്രാക്ഷൻ നടത്തുന്നു. സിമ്പിൾ അല്ലേ? കഴിഞ്ഞു. ഇവന്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ എഴുതിയതാ. അടുത്ത് നമുക്ക് ഇവിടെ ഇവന്റെ ഫോക്കൽ ലെങ്ത് എഴുതിയിട്ട് 1 by focal length of refraction is equal to refractive length minus 1 by r. അവന്റെ എഴുതി. നമ്മൾ നേരത്തെ എഴുതാ refractive length minus 1 by r പ്ലാനോ കോൺവെക്സിന്റെ ഫോക്കൽ ലെങ്ത്. Then ഇവിടെ ഒന്നും ശ്രദ്ധിക്കും മക്കളെ. ഈ സിൽവർ ചെയ്തിട്ടുള്ള ആ ലെയർ ഏത് ഷേപ്പിലാ? സിൽവർ ചെയ്തിട്ടുള്ള ആ ലെയർ ഏത് ഷേപ്പിലാ? ഇറ്റ് ഇസ് plain or spherical? Is it plain or spherical? ആ സിൽവർ ചെയ്തിട്ടുള്ള ലെയർ സ്പെറിക്കൽ ആണ്. സ്പെറിക്കൽ ആണെങ്കിൽ അത് ഏത് മിറർ പോലെ ആക്ട് ചെയ്യാം? സ്പെറിക്കൽ മിറർ പോലെ ആക്ട് ചെയ്യാം അല്ലെ? സ്പെറിക്കൽ മിറർ പോലെ ആക്ട് ചെയ്യാം. അവന്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് f is equal to r by 2. മക്കളെ നേരത്തെ സിൽവർ ചെയ്തിട്ടുള്ള സർഫസ് പ്ലെയിൻ ആയിരുന്നു. സോ f equal to infinity. Here the silvered layer is in spherical shape. Spherical ഷേപ്പിലാണ് നിൽക്കുന്നത്. That's why focal length f is equal to r by 2. കേട്ടോ, ബൈ ഹാർട്ട് പഠിക്കാൻ നിൽക്കരുത്. ഇതൊക്കെ ഇവിടെയൊക്കെ അറിയാൻ മതി. Yes, focal length is equal to r by 2. So what is 1 by f effective? മക്കളെ 1 by f effective equal to 2 into 1 by f refraction. 2 into 1 by f refraction. What is 1 by f refraction? Length. So it is refractive length minus 1 by r plus 1 by f reflection. 1 by f reflection. What is focal length? Reflection. മക്കളെ റിഫ്ലക്ഷൻ ഇവിടെ
ഈ നമ്മുടെ ലെയറില് സിൽവറിംഗ് ലെയറില് ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു r by 2. So what is 1 by f reflection? 1 by r by 2, that is equal to 2 by r. That is equal to 2 by r. നമ്മൾ കൊടുത്തതുണ്ട്. So 1 by f effective equal to 1 by f effective equal to മക്കളെ r LC എടുത്തു കഴിഞ്ഞാൽ 2 into refractive length minus 1 plus 2 minus 2 plus 2 cancelled. So f effective is equal to r divided by 2 into refractive length. F effective equal to r divided by 2 into refractive index of lens, that is the effective focal length, and it will act as a concave mirror again. It will act as a concave mirror. Clear? Clear alle? Yes. മക്കളെ ഇതുമായി ഇത് ഈ സിൽവറിംഗ് ഓഫ് ലെൻസ് ചോദിച്ചിട്ട് ഒരു കുട്ടി എനിക്ക് ക്വസ്റ്റ്യൻ അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ബാച്ചിലെ ഒരു കുട്ടി എനിക്ക് ഒരു ക്വസ്റ്റ്യൻ അയച്ചിട്ടുണ്ടായിരുന്നു. കേട്ടാ, എനിക്ക് പേര് ഓർമ്മയില്ല കേട്ടാ. അന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് വെച്ച് അത് ചെയ്തു നോക്കാം കേട്ടാ. ഇതൊക്കെ ഈ പറഞ്ഞു തരുന്നതേ ചോദിക്കുള്ളൂ, പറഞ്ഞു തരുന്നത് പഠിക്കണം, അത്രേ ഉള്ളൂ. അപ്പോ ഇത്രയും കാര്യങ്ങൾ. ഇനി പ്ലാനോ കോൺവെക്സ് ആണ് സാധാരണ ചോദിക്കാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺവെക്സ് ലെൻസിന്റെ ഒരു സർഫസ് സിൽവർ ഇത് നിങ്ങൾ നോക്കി നോക്കും കേട്ടാ. നിങ്ങൾ നോക്കി നോക്കുക. ഞാനിവിടെ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു മെത്തേഡ് ഒക്കെ എങ്ങനെയാ ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യാം നോക്കുക മക്കളെ. ഇത് എടുത്തു വെച്ചോളൂ. ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഈക്വൽ ടു r divided by 2 into refractive index of lens. Clear ayo? Is that clear? Yes. Okay. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ഭാഗത്തിലേക്ക് പോവാം. പ്രിസം. അടുത്ത ഭാഗത്തിലേക്ക് പോകുന്ന മക്കളെ പ്രിസം. സമയം അധികം കളയുന്നില്ല, പ്രിസത്തിലേക്ക് പോവാം. പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രിസം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റിഫ്രാക്റ്റീവ് മീഡിയം ബൗണ്ടഡ് വിത്ത് 2 സർഫസസ് അല്ലെ, which makes an angle. ഓക്കെ, അപ്പോ 2 സർഫസുകൾക്കുള്ളിൽ ബൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു റിഫ്രാക്റ്റീവ് മീഡിയത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ? പ്രിസം എന്ന് വിളിക്കുന്നത്. സോ പ്രിസം ഈസ് എ റിഫ്രാക്റ്റീവ് മീഡിയം ബൗണ്ടഡ് വിത്ത് 2 സർഫസസ് ആൻഡ് ദിസ് 2 സർഫസസ് മേക്സ് എൻ ആംഗിൾ. അത്രേ ഉള്ളൂ. അപ്പൊ മക്കളെ ഇതാണ് ഫസ്റ്റ് സർഫസ്, ഇതാണ് സെക്കൻഡ് സർഫസ്. ഈ 2 സർഫസുകൾക്കിടയിൽ ഇത് റിഫ്രാക്റ്റീവ് മീഡിയം, ഈ കൈ ഡോട്ടുകളുള്ള ഭാഗം റിഫ്രാക്റ്റീവ് മീഡിയം. സോ റിഫ്രാക്റ്റീവ് മീഡിയം ബൗണ്ടഡ് വിത്ത് 2 സർഫസസ് കേട്ടോ. ആ 2 സർഫസ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു സർഫസിന് ഇവിടെ യാതൊരു റോളില്ല കേട്ടോ. ഫിസിക്സ് അങ്ങനെ ഒരു സർഫസിനെ കുറിച്ച് പറയുന്ന പോലും ഇല്ല കേട്ടോ. പിന്നെ ആ ബേസ് അവിടെ ഇരിക്കാൻ, ആ ഒബ്ജക്ട് ആ ഷേപ്പിന് അവിടെ ഇരിക്കാൻ 3ാം സർഫസ് വേണ്ടി വരുന്നു, അത്രേ ഉള്ളൂ. ഈ സർഫസ് നമുക്ക് യാതൊരു റോളില്ല. സോ 2 സർഫസ് മതി. ആ 2 സർഫസ് തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ, ഈ ആംഗിളിനെ നമ്മൾ എന്ത് വിളിക്കാം മക്കളെ? ആംഗിൾ ഓഫ് പ്രിസം. എല്ലാവർക്കും അറിയാം ആംഗിൾ ഓഫ് പ്രിസം. ഈ ആംഗിൾ ഓഫ് പ്രിസത്തിന് മറ്റൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേര് കൂടി ഉണ്ട്, റിഫ്രാക്റ്റിംഗ് ആംഗിൾ. ആംഗിൾ ഓഫ് പ്രിസം ഈസ് ഓൾസോ നോൺ ആസ് റിഫ്രാക്റ്റിംഗ് ആംഗിൾ. നോട്ട് ചെയ്ത് വെച്ചോളൂ. പരീക്ഷയ്ക്ക് ഫൈൻഡ് റിഫ്രാക്റ്റിംഗ് ആംഗിൾ എന്ന് ചോദിക്കുക. റിഫ്രാക്റ്റിംഗ് ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേരെ നോക്കിയിരിക്കും. ഈ റിഫ്രാക്റ്റിംഗ് ആംഗിൾ എന്നിട്ട് ഈ പ്രിസത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, നമ്മൾ കേട്ട് പോലില്ല. പിന്നെ കുറെ പേര് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഒക്കെ എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കാറുണ്ട് കേട്ടോ. അതേപോലെയാണ്. അപ്പൊ കറക്റ്റ് അറിവുകൾ ഉണ്ടായിക്കോട്ടെ. ആംഗിൾ ഓഫ് പ്രിസം ഈസ് നോൺ ആസ് റിഫ്രാക്റ്റിംഗ് ആംഗിൾ. അപ്പൊ റിഫ്രാക്റ്റിംഗ് ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് പ്രിസം തന്നെയാണ്. ഇസ് ദാറ്റ് ക്ലിയർ? ഇനി നമ്മളിവിടെ നോക്കുന്നത് പ്രിസത്തിന്റെ കുറച്ചുകൂടിയും കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇതൊരു പ്രിസമാണ്. ഓക്കെ, ഇതൊരു പ്രിസമാണെന്ന് വിചാരിക്കാം. ദിസ് ഈസ് ആംഗിൾ ഓഫ് പ്രിസം എ, and A is always also known as refracting angle. Yes. ഇനി ഇതിലേക്ക് എന്ത് വരുന്നു? ഇതിലേക്ക് ഒരു ലൈറ്റ് റേ വരുന്നു, a light ray. So this is incident ray and normal, and this angle is angle of incidence I. Then this is the expected path അല്ലെ, പോകേണ്ടിരുന്ന വഴി. അങ്ങനെ നേരെ പോകേണ്ടിരുന്നതാണ്, പക്ഷെ എന്ത് സംഭവിച്ചു? മീഡിയത്തിൽ ചേഞ്ച് വന്നു, റിഫ്രാക്ഷൻ. സോ റിഫ്രാക്ഷൻ വരുന്നു മക്കളെ. റിഫ്രാക്ഷൻ വരുമ്പോൾ എന്ത് സംഭവിച്ചു? ഈ വഴി ബെൻഡ് ചെയ്ത് പോകുന്നു അല്ലെ. യെസ്. സോ ദിസ് ഈസ് റിഫ്രാക്റ്റഡ് റേ നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഫ്രം ദ ഫസ്റ്റ് സർഫസ് R1 is angle of refraction from the first surface, and that refracted ray incident on the second surface. മക്കളെ സെക്കൻഡ് സർഫസിലേക്ക് വന്നു വീഴുന്നു, ശ്രദ്ധിച്ചോ? റിഫ്രാക്റ്റഡ് റേ ഇൻസിഡന്റ് ഓൺ ദ സെക്കൻഡ് സർഫസ്. സെക്കൻഡ് സർഫസിലേക്ക് വന്നു വീഴുന്നു. ഇതേ റിഫ്രാക്റ്റഡ് റേ കേട്ടോ. ദെൻ ഇത് നമ്മൾ എന്ത് വരച്ചു? നോർമൽ വരച്ചു. സോ ദിസ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ ദ സെക്കൻഡ് സർഫസ്. മക്കളെ രണ്ടാമത്തെ സർഫസിലേക്ക് വന്ന് വീഴുകയാണ് ചെയ്യണേ.
So അത് ഇൻസിഡന്റ് റേ ആണ് ഫോർ ദ സെക്കൻഡ് സർഫസ്. ഫസ്റ്റ് സർഫസിനെ സംബന്ധിച്ച് അത് റിഫ്രാക്റ്റഡ് റേ ആണ്, കഴിഞ്ഞുപോയി. പക്ഷെ സെക്കൻഡ് സർഫസിലേക്ക് വന്നു പോവുകയാണ്. സോ ദാറ്റ് റേ ഈസ് റിഫ്രാക്റ്റഡ് റേ ഫോർ ഫസ്റ്റ് സർഫസ് ആൻഡ് ഇൻസിഡന്റ് റേ ഫോർ സെക്കൻഡ് സർഫസ്. So this angle is angle of incidence for the second surface, that is also written as R2. R2. അത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ല അർത്ഥം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് R2 എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. Clear? So R1 and R2, and this is the emergent ray. Emergent ray means it is a refracted ray from the second surface. Refracted ray from the second surface. That is emergent ray, and this is angle of emergence. Angle of emergence is also known as angle of refraction for the second surface. Is that clear? So angle of prism, angle of incidence for the first surface, angle of refraction for the second surface, and that refracted ray falls on the second surface. Refracted ray falls on the second surface, and this R2 is angle of incidence for the second surface, and this is the emergent ray. Emergent ray, this is angle of emergence. Angle of emergence is the angle of refraction for the second surface. Clear? Clear or no? Clear or no? Yes. മക്കളെ പ്രിസം ഇല്ലായിരുന്നെങ്കിൽ നേരെ പോകേണ്ടിരുന്ന ലൈറ്റ് റേ, പ്രിസം ഇല്ലായിരുന്നെങ്കിൽ നേരെ പോകേണ്ടിരുന്നത് ഇങ്ങനെ വന്നിട്ട് ഈ ബ്ലാക്ക് കളർ ഇങ്ങനെ വന്നിട്ട് നേരെ പോകേണ്ടിരുന്ന ലൈറ്റ് റേ പ്രിസം ഉള്ള കാരണം കൊണ്ട് ഇതിങ്ങനെ പോവാണ്, അല്ലെ? പ്രിസം ഉള്ള കാരണം കൊണ്ട് ചെരിഞ്ഞു പോവാണ്. സോ നേരെ പോകേണ്ടിരുന്നവനാണ്, ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട് അവിടെ, നേരെ പോകേണ്ടിരുന്നവൻ ഇപ്പൊ ഇങ്ങനെയാണ് പോകുന്നത്. സോ ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ദിസ് ഈസ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അപ്പോ ആംഗിൾ ഓഫ് ഡീവിയേഷൻ പറഞ്ഞു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു നോക്കൂ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഫോർ ഫസ്റ്റ് സർഫസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ സെക്കൻഡ് സർഫസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഫോർ സെക്കൻഡ് സർഫസ്, ആംഗിൾ ഓഫ് പ്രിസം. എത്ര ആംഗിൾ? 1 2 3 4 5 6 6 ആംഗിൾസ് പറഞ്ഞു. ക്ലിയർ ആയില്ലേ? ആംഗിൾ ഓഫ് പ്രിസം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഫോർ ദ ഫസ്റ്റ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ ദ സെക്കൻഡ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഫോർ ദ സെക്കൻഡ്, ആംഗിൾ ഓഫ് ഡീവിയേഷൻ. യെസ്, എത്രയും ആംഗിൾസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ മക്കളെ? ഈസ് ദാറ്റ് ക്ലിയർ? ഇനി ക്ലിയർ അല്ലേ? യെസ്. ഇനി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്. R1 plus R2 equal to refracting angle. നോക്കിയോട്ടാ, R1 plus R2 equal to refracting angle. Any conditions R1 plus R2 A ക്ക് equivalent ആണ്. Okay, R1 plus R2 equal to A. Then angle of deviation D equals, പഠിച്ചു വെച്ചോളൂ. Angle of deviation D equals, ഇതൊന്നും നിങ്ങൾക്ക് തിയറിറ്റിക്കലി ഡെറൈവ് ചെയ്താലുള്ള സമയമൊന്നുമില്ല, ഇക്വേഷൻസ് ആണ്. Angle of deviation D equal to I plus E minus A. Angle of incidence plus angle of emergence minus angle of prism is angle of deviation. So D equal to I plus E minus A. Important ആയിട്ടുള്ള ഇക്വേഷൻ നോട്ട് ചെയ്തോ. നിങ്ങളെ സംബന്ധിച്ച് പ്രിസം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം ഈക്വൽ ടു sin A plus D by 2 by sin A by 2 മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. കേട്ടാ, പ്രിസം അതിലേക്ക് എത്തുന്നേക്കാൾ മുമ്പ് കുറെ കാര്യങ്ങളുണ്ട്. R1 plus R2 ചെയ്ത ആംഗിൾ ഓഫ് പ്രിസം ആണ്, അല്ലെങ്കിൽ റിഫ്രാക്റ്റിംഗ് ആംഗിൾ ആണ്, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇങ്ങനെ ഇക്വേഷൻ I plus E minus A, I ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, E ആംഗിൾ ഓഫ് എമർജൻസ് മൈനസ് A റിഫ്രാക്റ്റിംഗ് ആംഗിൾ ഓർ ആംഗിൾ ഓഫ് പ്രിസം. അത് ചെയ്താൽ മക്കളെ എന്ത് കിട്ടും? ഡീവിയേഷൻ കിട്ടും. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്, ക്ലിയർ ആയില്ലേ മക്കളെ? കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇത് രണ്ടും നോട്ട് ചെയ്തല്ലേ. ഇനി ഫോർ മിനിമം ഡീവിയേഷൻ, ഫോർ മിനിമം ഡീവിയേഷൻ, അതായത് പ്രിസത്തിൽ എപ്പോഴാണ് മിനിമം ഡീവിയേഷൻ ഉണ്ടാവുക? ഒറ്റ കാര്യം അതും വരെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് കണ്ടീഷൻ ഫോർ മിനിമം ഡീവിയേഷൻ? കണ്ടീഷൻ ഫോർ മിനിമം ഡീവിയേഷൻ എത്രയുള്ളൂ? റിഫ്രാക്റ്റഡ് റേ. മക്കൾ ഇതാണ് റിഫ്രാക്റ്റഡ് റേ. പ്രിസത്തിന്റെ ഉള്ളിൽ റിഫ്രാക്റ്റഡ് റേ ഷുഡ് ബി പാരലൽ ടു ബേസ്. റിഫ്രാക്റ്റഡ് റേ ഷുഡ് ബി പാരലൽ ടു ബേസ്. ബേസിന് എന്താവണം മക്കളെ? പാരലൽ ആവണം. സോ കണ്ടീഷൻ ആവാം. സോ മിനിമം ഡീവിയേഷൻ ഉണ്ടാവണമെങ്കിൽ, അതായത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഏറ്റവും ചെറുതാവണമെങ്കിൽ ഈ സാധനം കണ്ടീഷൻ നോക്കണം. റിഫ്രാക്റ്റഡ് റേ എന്താവണം മക്കളെ? ബേസിന് പാരലൽ ആവണം. അങ്ങനെ റിഫ്രാക്റ്റഡ് റേ ബേസിന് പാരലൽ ആയാൽ ആംഗിൾ ഓഫ് R1 ഉം ആംഗിൾ ഓഫ് R2 ഈക്വൽ ആണ്. പിന്നെ R1 R2 എന്ന് പറഞ്ഞെടുക്കേണ്ട, R എഴുതിയാൽ മതി. R1 R2 ഈക്വൽ ആയി വരും. R1 R2 ഈക്വൽ ആയി വരും. ഫോർ മിനിമം ഡീവിയേഷൻ R1 ആൻഡ് ആംഗിൾ R2 ആർ ഈക്വൽ. ഓക്കെ, കാരണം എന്താ? റിഫ്രാക്റ്റഡ് റേ ബേസിന് പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ R1 R2 എന്ന് പറയേണ്ട, R എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് പ്രിസം A equal to R1 plus R2, R plus R, that is equal to 2R. Angle of prism is equal to refracting angle equal to 2 times of refracting angle. Angle of refraction. Sorry, refracting angle of refracting, angle of prism equal to 2 times of angle of refraction, 2R. Clear? Is that clear?
യെസ്. അപ്പൊ മിനിമം ഡീവിയേഷന്റെ ഇക്വേഷൻ മിനിമം ഡീവിയേഷന്റെ കണ്ടീഷൻ പറ മക്കളെ. മിനിമം ഡീവിയേഷന്റെ കണ്ടീഷൻ എന്താ? റിഫ്രാക്റ്റഡ് റേ ഷുഡ് പാരലൽ ടു ബേസ്. റിഫ്രാക്റ്റഡ് റേ പാരലൽ ടു ബേസ് ആവണം. അങ്ങനെ ആവുമ്പോൾ R1 R2 എന്താവണം? ഈക്വൽ ആവണം. അങ്ങനെ ആവുമ്പോൾ ആംഗിൾ ഓഫ് പ്രിസം A equal to R. മക്കളെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് R1 R2 ഈക്വൽ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ റിസൾട്ട് കൂടി വരും. ഐയും ഇയും ഈക്വൽ ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് എമർജൻസി ഈക്വൽ ആയി വരും കേട്ടോ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും ഫോർ മിനിമം ഡീവിയേഷൻ. സോ മിനിമം ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ A equal to 2R സാറ്റിസ്ഫൈഡ് ആണ്, I equal to E സാറ്റിസ്ഫൈഡ് ആണ്. സോ D minimum equal to, we can write it as 2I minus A. D minimum equal to I plus E. മക്കളെ ഇക്ക് വരം I തന്നെ, I ഉം E ഈക്വൽ ആണ്. സോ it is 2I minus A, or it can be written as 2E minus A, or it can be written as 2E minus 2R, or it is 2 into E minus R. എന്തും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം. യെസ്. അപ്പൊ പറഞ്ഞു വന്നത് പല രീതിയിൽ ചിന്തിക്കൂ. സോ ഇറ്റ് ഈസ് 2I minus A, 2E minus A, 2E minus 2R, എന്ത് വേണമെങ്കിലും എഴുതാം. റൈറ്റ്. സോ ഇതാണ് മിനിമം ഡീവിയേഷന്റെ കണ്ടീഷൻ. സോ ഡീവിയേഷന്റെ ഇക്വേഷൻ I plus E minus A, ജനറൽ ഇക്വേഷൻ I plus E minus A. അത് വെച്ചിട്ട് പ്രോബ്ലം ഉണ്ട്. ഫൈൻഡ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഐയും ഇയും ഏം തരും? I plus E minus A ചെയ്താൽ മതി. ക്ലിയർ ആണല്ലേ? യെസ്. ആൻഡ് ആംഗിൾ ഓഫ് പ്രിസം A equal to R1 plus R2. മിനിമം ഡീവിയേഷൻ വരുമ്പോ R1 R2 ഈക്വൽ. സോ A equal to 2R, I equal to E, and D minimum equal to 2I minus A, or 2E minus A, or 2E minus 2R, or 2I minus 2R. Anything. Yes, that is minimum deviation. Clear? Yes. Then നമുക്കറിയാവുന്ന ഇക്വേഷൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം ഈക്വൽ ടു refractness of prism equal to sin A plus D minimum by 2 by sin A by 2. അതും ഓടിപ്പിച്ച് നോക്കാം, ഇതും വെച്ചിട്ട് ചോദ്യം ഉണ്ടാവും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം ഈക്വൽ ടു sin A plus D minimum by 2 by sin A by 2. കേട്ടാ, നമ്മളെ സംബന്ധിച്ച് ഇത് മാത്രം പ്രിസം ഉള്ളൂ. അതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് വരുന്നത്. പ്രിസം കുറച്ചുകൂടി ഉണ്ട്, അപ്പൊ നിങ്ങൾ നോക്കി വെക്കാം. അപ്പൊ ഇത് ഇക്വേഷൻ ഉണ്ട്. റിഫ്രാക്റ്റീവ് ഓഫ് പ്രിസം ഈക്വൽ ടു sin A plus D minimum by 2. D minimum ആണ് ശ്രദ്ധിക്കണേ, D minimum by 2 by sin A by 2. Is that clear? Clear അല്ലേ മക്കളെ? Yes, okay. Is that clear? ഇനി for very small angled prism, പഠിച്ചോ. വളരെ ആംഗിൾ ചെറുതുള്ള പ്രിസമാണെങ്കിൽ, വളരെ ചെറിയ ആംഗിളുള്ള പ്രിസമാണെങ്കിൽ, വെരി ഇമ്പോർട്ടന്റ്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. വളരെ ആംഗിള് കുറവുള്ള പ്രിസമാണെങ്കിൽ മക്കളതാ ഇത് പെട്ടെന്നൊന്ന് പറയാൻ. ദിസ് ഈസ് I, ദിസ് ഈസ് R1 അല്ലേ, ദിസ് ഈസ് R2 ആൻഡ് ദിസ് ഈസ് E, ദിസ് ഈസ് A. നമ്മൾ പെട്ടെന്ന് പറയുന്നു. യെസ്. നിങ്ങൾ ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്തേ. സ്നെൽസ് ലോ പറയും മക്കളെ, sin I by sin R1 equals, remember sin I by sin R1 equal to refractive index of second medium. What is the second medium? Prism is the second medium. By refractive index of first medium, that is air. So it is refractive index of prism. Clear ആണോ മക്കളെ? ഇവിടെ നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്തു. sin I by sin R1 വളരെ സിമ്പിൾ ആണ്. sin I by sin R1 equals sin I by sin R1 equal to refractive index of second medium. Prism ആണ്. എവിടേക്കാണോ ലൈറ്റ് എൻട്രി ചെയ്യുന്നത് അതാണ് സെക്കൻഡ് മീഡിയം. യെസ്. സോ prism by air. മക്കളെ ഇത് എയർ എന്ന് വിചാരിച്ചോ, സറൗണ്ടിങ് മീഡിയം എയർ ആണ്. സോ sin I by sin R1 equal to n. സോ വെരി സ്മോൾ ആംഗിൾഡ് പ്രിസം, വളരെ ആംഗിൾ ചെറുതായിട്ടുള്ള പ്രിസത്തിനെ സംബന്ധിച്ച് മക്കളെ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ചെറിയ ആംഗിൾ കുറവാകുമ്പോൾ sin theta is approximately equal to theta. Sin theta is approximately equal to theta. So we can write it as I divided by R1 equal to refractive index. അല്ലെ, sin theta ക്ക് വരും theta, sin I ക്ക് വരും I by R1 equal to n. Clear? I by R1 equal to n. Then I equal to nR2. Sorry, I equal to nR1. I equal to nR1. ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യൂ സ്നെൽസ് ലോ. കിടക്കട്ടെ, സ്നെൽസ് ലോ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? sin R2 അല്ലെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് R2 ആണ്. ശ്രദ്ധിക്കണേ, A by sin E, sin I by sin R.
sin R2 by sin E equal to 1 by refractive index. മക്കളെ സെക്കൻഡ് മീഡിയം എയർ ആണ്, ലൈറ്റ് അവിടേക്ക് കിടക്കണേ, സെക്കൻഡ് മീഡിയത്തിൽ കിടക്കണേ. സോ സെക്കൻഡ് മീഡിയം എയർ, ഫസ്റ്റ് മീഡിയം ഇത്. സോ വളരെ ചെറിയ ആംഗിൾ ആണെങ്കിൽ മക്കളെ R2 by E equal to 1 by N and E equal to NR2. E equal to NR2. ഇതൊക്കെ ആവശ്യം വരും, അതാണ് ചെയ്ത് നോക്കി കാണിച്ചു തന്നിട്ട്, അല്ലെങ്കിൽ ഇക്വേഷൻ എഴുതേണ്ട ആവശ്യമുള്ളൂ, ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. So E equal to NR2 and I equal to NR1. So what is the deviation equation? What is the equation of deviation? മക്കളെ deviation equation പറ. I plus E minus A. I plus C minus A. അല്ലേ? So what is I? I എന്ന് പറയുമ്പോൾ എത്രയാ? NR1 plus അല്ലേ? NR1 plus E NR2. അവിടെ എഴുതിയിട്ടുണ്ട് E NR2 minus A. So നമുക്ക് വേണമെങ്കിൽ n പുറത്തേക്ക് എടുത്താൽ R1 plus R2 minus A. What is R1 plus R2? What is R1 plus R2? അയ്യോ, yes, R1 plus R2 A ആണ്. So deviation is equal to NA minus A, that is equal to A into refractive index minus 1. Equation ശ്രദ്ധിച്ചോളൂ. For very small angled prism, വളരെ ആംഗിൾ ചെറുതായിട്ടുള്ള പ്രിസങ്ങളെ സംബന്ധിച്ച് ഡീവിയേഷൻ ഇക്വേഷൻ I plus E minus A ക്ക് പകരം എന്ത് എഴുതാം? ആംഗിൾ ഓഫ് പ്രിസം A into refractive index of prism minus 1. Refractive index of prism minus 1. So very very important. Note ചെയ്ത് വെച്ചോളൂ. D equal to A into refractive index of prism minus 1. Clear ആയോ? Clear? Yes. Note ചെയ്ത് വെച്ചോളൂ. Okay. അപ്പൊ അതായി. അപ്പൊ നമ്മൾ ആ സംഭവം കഴിഞ്ഞു. അപ്പൊ മിനിമം ഡീവിയേഷൻ കഴിഞ്ഞു, പിന്നെ ഡീവിയേഷന്റെ ജനറൽ ഇക്വേഷനും നമ്മൾ കഴിഞ്ഞു. ഇനി മാക്സിമം ഡീവിയേഷൻ വേണമെങ്കിൽ നോക്കാം. മാക്സിമം ഡീവിയേഷൻ കണ്ടീഷൻ. ഒരു പ്രിസത്തില് മാക്സിമം ഡീവിയേഷൻ എപ്പോഴും ഉണ്ടാവാം? പറഞ്ഞോ മക്കളെ, ഒരു പ്രിസത്തിൽ മാക്സിമം ഡീവിയേഷൻ, വേഗം വേഗം ആയിക്കോട്ടെ. മാക്സിമം ഡീവിയേഷൻ പ്രിസം ഉണ്ടാകണമെങ്കിൽ മക്കളെ നോക്കൂ, ഡീവിയേഷൻ ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു I plus E minus A. ഡീവിയേഷൻ ഈക്വൽ ടു I plus E minus A. മിനിമം ആവണ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മിനിമം ആവണമെങ്കിൽ ഐയും ഇയും ഈക്വൽ ആവണം, A ഈക്വൽ ടു 2R ആവണം, നമ്മൾ പറഞ്ഞു കേൾക്കാം. മാക്സിമം ആവണമെങ്കിൽ ഫോർ ഡി മാക്സ്, മാക്സിമം ഡീവിയേഷൻ ആവണമെങ്കിൽ either I equal to 90 degree or E equal to 90 degree. കേട്ടോ മക്കളെ, മാക്സിമം ഡീവിയേഷൻ ഉണ്ടാവണമെങ്കിൽ ഡീവിയേഷൻ ഇക്വേഷൻ I plus E minus A. ഇതിലെ A എന്ന് പറയുമ്പോൾ ആംഗിൾ ഓഫ് പ്രിസം, അതിൽ നമുക്കൊന്നും ചെയ്യാനുള്ള വകുപ്പില്ല. ഒരു പ്രിസം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആംഗിൾ ഓഫ് പ്രിസം നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. എയിൽ നമുക്ക് തൊടാൻ പറ്റില്ല, നമുക്ക് തൊടാൻ പറ്റുന്ന ഐയും ഇയും ആണ്. അപ്പൊ മാക്സിമം ഡീവിയേഷൻ ആവണമെങ്കിൽ ഒന്നുകിൽ I മാക്സിമം ആക്കുക. മക്കളെ മാക്സിമം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പറയുമ്പോൾ 90 ഡിഗ്രി ആണ്, അല്ലെങ്കിൽ ഈ മാക്സിമം ആക്കുക, എമർജൻസി മാക്സിമം ആക്കുക. മാക്സിമം ആംഗിൾ ഓഫ് എമർജൻസി എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ആണ്. സോ മാക്സിമം ഡീവിയേഷൻ ഒന്നുകിൽ നിങ്ങൾ I 90 ആക്കുക, അല്ലെങ്കിൽ E 90 ആക്കുക. ഇസ് ദാറ്റ് ക്ലിയർ? ഒന്നുകിൽ I അല്ലെങ്കിൽ E 90 ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? മാക്സിമം ഡീവിയേഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ D equal to I plus E minus A. D മാക്സിമം ആക്കണമെങ്കിൽ I മാക്സിമം ആക്കാം. 90 ഡിഗ്രി ആക്കാം. I 90യേക്കാൾ കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇല്ല. ഓക്കെ, 90യേക്കാൾ കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇല്ല. ഇനി ഈ മാക്സിമം ആക്കാം, 90യേക്കാൾ കൂടുതൽ ആംഗിൾ ഓഫ് എമർജൻസും ഇല്ല. യെസ്, അപ്പോ നമുക്ക് ഇതാണ് മാക്സിമം കണ്ടീഷന്റെ ഇത്. നോട്ട് ചെയ്ത് വെച്ചോട്ടാ, ഈ ഐയോ ഇയോ 90 ആക്കാം. ഇനി വേണമെങ്കിൽ ഞാനത് വരച്ച് കാണിച്ചു തരാം. മക്കളെ, I 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? I 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭീകരമായിട്ടുള്ള അർത്ഥമാണ്. I 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിഡന്റ് റേ ഇങ്ങനെ കേറുന്നു, ഇങ്ങനെ വരുമ്പോഴാണ് എന്തായി മാറുക? I 90 ആയി മാറാം. ഇതാണ് നോർമൽ അല്ലെ? നോർമലി ഇൻസിഡന്റ് റേ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി. സോ I 90 ആയി മാറുന്ന പറയുമ്പോൾ അർത്ഥം ഇൻസിഡന്റ് റേ entering the prism along the surface. ഗ്രേസിംഗ് എൻട്രിങ് എന്നാണ് കുറച്ചുകൂടി നല്ല വാക്ക്. ഗ്രേസിംഗ്, ഗ്രേസിംഗ് എൻട്രിങ് സാധനം കേട്ടല്ലോ. ഗ്രേസിംഗ് എൻട്രിങ് എന്നാണ് ഏറ്റവും ബെസ്റ്റ് വാക്ക്. അപ്പോ ഗ്രേസിംഗ് എൻട്രിങ് അല്ലെങ്കിൽ ഗ്രേസ് ലീവ് ഇൻ ഗ്രേസിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ?
എൻട്രി എന്ന് പറയുമ്പോൾ ഫേസിലൂടെ എൻട്രി ചെയ്യുക, അല്ലെങ്കിൽ ലീവ് എന്ന് പറയുമ്പോൾ അതേ ഫേസിലൂടെ എന്ത് ചെയ്യുക, അലോങ് ദ ഫേസ് എന്ത് ചെയ്യുക, ലീവ് ചെയ്ത് പോവുക. അതാണ് ഗ്രേസിംഗ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ ഗ്രേസിംഗ് എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട. ഗ്രേസിംഗ് എന്ന് പറയുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 90, ഗ്രേസിംഗ് ലീവിംഗ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം, ആംഗിൾ ഓഫ് എമർജൻസ് 90, ഗ്രേസിംഗ് എൻട്രിംഗ് എന്ന് പറയുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 90. യെസ്, ഓക്കെ, കുഴപ്പമില്ല. നോട്ട് ചെയ്ത് വെച്ചല്ലേ ഗ്രേസിംഗ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, വേറെ ഒന്നും നോട്ട് ചെയ്യണ്ട. യെസ്, ഇനി ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്നെൽസിൽ അപ്ലൈ ചെയ്തത് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു, ബാക്കിയൊക്കെ ഇങ്ങനെ R2 മക്കൾ, ഇത് R1, തെറ്റൊന്നുമില്ല കേട്ടോ. R1 R2, ഇത് A, ഇത് E. യെസ്, നമ്മൾ ഇവിടെ ഒന്ന് എന്ത് ചെയ്യാം, നമ്മുടെ സ്നെൽസിൽ അപ്ലൈ ചെയ്യാം. എന്താ മക്കളെ സ്നെൽസിലോ, sin 90 by sin R1 അല്ലെ, അല്ലെ പെട്ടെന്ന് പറയണം. sin 90 by sin R1 equals sin 90 by sin R1 equals പറ refractive index of prism by AM, that is N. Is that clear? Yes. So 1 by sin R1 is equal to N. Sin 91 ആണ്. So 1 by sin R1 equal to N. ആണോ മക്കളെ? വേഗം ആയിക്കോട്ടെ. യെസ്, പെട്ടെന്ന് നോക്കിയിരിക്കട്ടെ എല്ലാവരും. ഓക്കെ, അപ്പോ 1 by sin R1 equal to N. ഇതേപോലെ വല്ല ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ മക്കളെ? 1 by sin C equal to N എന്നാ, അങ്ങനെ വല്ല ഇക്വേഷൻ ഓർമ്മയുണ്ടോ? 1 by sin C equal to N, അങ്ങനെ വല്ല ഇക്വേഷൻ ഓർമ്മയുണ്ട്? യെസ്, ടോട്ടൽ ഇൻ റിഫ്ലക്ഷൻ, അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. സോ നമുക്ക് ഇങ്ങനെ അറിയാലോ, 1 by sin C equal to N. സോ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ അപ്പൊ തന്നെ നമുക്ക് കിട്ടില്ലോ R1 equal to C. വെരി ഇമ്പോർട്ടന്റ്, R1 equal to C. സോ ഗ്രേസിംഗ് എൻട്രൻസ് നടത്തി കഴിഞ്ഞാൽ, ഗ്രേസിംഗ് എൻട്രൻസ് പറയുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 90 ഡിഗ്രി ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 90 ഡിഗ്രി ആണെങ്കിൽ എന്താ സംഭവിക്കുക മക്കളെ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ C ആയിരിക്കും. R1 equal to C. നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ ഈ R1 എത്രയായി? R1 C ആയിട്ട് മാറി. യൂസ് യുവർ കോമൺ സെൻസ്. R1 C ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ R1 equal to C. മക്കളെ നമ്മൾ പഠിച്ചിട്ടുണ്ട് R1 plus R2 equal to A ആണ് പഠിച്ചത്. സോ R2 equal to A minus C അല്ലെ, R2 equal to A minus C. R1 plus R2 equal to A, so R2 equal to A minus C. Clear ആണോ? R2 equal to A minus C. സോ ഗ്രേസിംഗ് എൻട്രൻസ് നടക്കുന്ന സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 90 ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ C ആയിരിക്കും. Is that clear? Clear. So R2 equal to A minus C. ഇനി നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ പോയിട്ട് നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. വെറുതെ അപ്ലൈ ചെയ്ത് നോക്കൂ. സ്നെൽസ് ലോ എന്താ? sin R2 by sin E equal to 1 by refractive index. sin R2 by sin E equal to 1 by refractive index. ഒന്ന് തലയിരിച്ചേ. sin E by sin R2 equal to N. sin E by sin R2 equal to N. ക്ലിയർ ആണല്ലോ? അതിൽ R2 എന്താ? R2 എന്ന് പറയുമ്പോൾ A minus C ആണ്. R2 A minus C ആണ്. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോ sin E by sin A minus C equal to N. sin E by sin A minus C equal to N. Then sin E equal to N into sin A minus C. തല പെരിക്കണ്ട. sin E equal to N into sin A minus C. Then E equal to sin inverse N into sin A minus C. ഇയാളെ കൊണ്ട് ഞങ്ങൾ തോറ്റു അല്ലെ? E equal sin inverse N into sin A minus C. Then maximum deviation equation നോക്കൂ മക്കളെ. നമുക്ക് ഡീവിയേഷൻ ഇക്വേഷൻ ആദ്യം എഴുതാം. ഡീവിയേഷൻ ഈക്വൽ ടു I plus C minus A. മാക്സിമം ഡീവിയേഷൻ നടക്കണമെങ്കിൽ നമ്മൾ ഇപ്പൊ I എന്നായിട്ട് എടുത്തു, I 90 ആയിട്ട് എടുത്തു. സോ 90 plus E എമർജൻസി ഇതാണ് എന്താ? sin inverse N into sin A minus C minus A. ഇങ്ങനെയാണ് നമ്മൾ മാക്സിമം ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ചെയ്യേണ്ടത്. മാക്സിമം ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അങ്ങനെയാ ചെയ്യേണ്ടത് കേട്ടാ. പറ്റാത്തവർ പഠിക്കേണ്ടടാ. ഞാൻ പറയുന്നില്ല, ഇത് അത്ര എല്ലാവർക്കും ഇത് ഇങ്ങോട്ട് ദഹിക്കുമെന്നും പറയുന്നില്ല കേട്ടാ. പ്രത്യേകിച്ച് നമ്മൾ ക്രാഷിലിരിക്കുമ്പോ പറന്നു പോകുന്ന സിസ്റ്റത്തില് കേട്ടാ, പറന്നു പോവാണ്. അപ്പൊ പറന്നു പോണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഒന്ന് ഓർമ്മിച്ച് വെക്കുക. മാക്സിമം ഡീവിയേഷൻ ആകണമെങ്കിൽ ഒന്നുകിൽ I 90 ആവണം, അല്ലെങ്കിൽ E 90 ആവണം. I 90 ആയി കഴിഞ്ഞാണല്ലോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 90 ആയി കഴിഞ്ഞാൽ ആ സ്ഥലത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര ഡിഗ്രി അല്ലെ എന്തായിരിക്കും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 90 ആയി കഴിഞ്ഞാൽ ആ സമയത്ത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്തായിരിക്കും ആ സർഫസിലെ? യെസ് ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊക്കെ പറക്കാട്ടോ, കുറച്ച് പേർക്കൊക്കെ പറക്കാൻ പറ്റും. യെസ്, അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 90 ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ C ആണ്. അവിടുന്ന് നമ്മൾ പിന്നെ കണ്ടുപിടിക്കലാണ്. ജസ്റ്റ്
ഇതിലോ നമ്മുടെ സ്നെൽസിലോ വേറെ ഒന്നും കാര്യങ്ങളില്ല. പോട്ടെ, അത് നിങ്ങൾ പേടിക്കണ്ട, അത് നിങ്ങൾ ഒഴിവാക്കിക്കോ, ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കി വിടാം. ഓക്കെ, ഇനി പറയുന്ന ഒഴിവാക്കി വിടാൻ പാടില്ല. അത് ഞാൻ നിങ്ങൾക്ക് പ്രൂഫ് തരുന്നില്ല, കാരണം പ്രൂഫ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല, അത് വെച്ചിരിക്കേണ്ട ഒരു കൂടെ പ്രൂഫ് തരുന്നില്ല, ജസ്റ്റ് ആ കാര്യം മാത്രമാണല്ലോ. കണ്ടീഷൻ ഫോർ നോ എമർജൻസി, അതായത് ഒരു പ്രിസത്തിൽ നിന്ന് ലൈറ്റ് പുറത്തു വരാതിരിക്കാനുള്ള കണ്ടീഷൻ ഫോർ നോ എമർജൻസി, അതായത് പ്രിസത്തിൽ നിന്ന് ലൈറ്റ് പുറത്തു വരാതിരിക്കാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് പ്രിസം മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 2 times ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ. ആംഗിൾ ഓഫ് പ്രിസം മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 2 times ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, 2 times ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ. സോ ആംഗിൾ ഓഫ് പ്രിസം 2 ഇരട്ടി, ക്രിട്ടിക്കൽ ആംഗിളിന്റെ 2 ഇരട്ടിയേക്കാൾ കൂടുതലാണെങ്കിൽ അതിൽ നിന്ന് ലൈറ്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല മക്കളെ, പുറത്തു വരില്ല. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. കണ്ടീഷൻ ഫോർ നോ എമർജൻസിന്റെ കണ്ടീഷൻ ആംഗിൾ ഓഫ് പ്രിസം ഈസ് ഗ്രേറ്റർ ദാൻ 2 times ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ. ക്ലിയർ? Is that clear? Yes, note ചെയ്ത് വെച്ചോളൂ. A is greater than 2C. അത് പുറത്തേക്ക് വരില്ല കേട്ടോ. അതിന് പ്രൂഫ് ഉണ്ട്, പ്രൂഫ് നമ്മൾ പറഞ്ഞില്ല, സമയമില്ല. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഡിസ്പേർഷൻ. എന്താ മക്കളെ ഡിസ്പേർഷൻ? വേഗം പറയാ, എന്താ ഡിസ്പേർഷൻ? വാട്ട് ഡു യു മീൻ ബൈ ഡിസ്പേർഷൻ? ഡിസ്പേർഷൻ എന്താ? സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് അല്ലെ? യെസ്, ഇമ്രാൻ ശരിയാണ്. സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ഇൻ ടു ഹിബ, ഓക്കെ റൈറ്റ്. സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ഇൻ ടു മതി. യെസ്, കുറെ പേരുണ്ട്. സോ സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ്, അതായത് ഒരു ലൈറ്റ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് കളേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡിസ്പേർഷനുള്ള കാരണം ഒന്ന് പറഞ്ഞേ? എന്താണ് ഡിസ്പേർഷനുള്ള കാരണം? അത് ഞങ്ങൾക്കറിയില്ലേ സാർ? അത് ഞങ്ങൾക്കറിയില്ല. വിബ്ജിയോറ ഗൗതമേ, വിബ്ജിയോറ അല്ല, വിബ്ജിയോർ ഡിഫറൻസ് ഇൻ സ്പീഡ്. യെസ്, ഓക്കെ, നമുക്ക് നോക്കാം. ഡിസ്പേർഷനുള്ള കാരണം നമുക്ക് നോക്കാം. നോക്കൂ, ഒരു പ്രിസമാണ്. പ്രിസത്തിലൂടെയാണ് നമ്മൾ ഈ സാധാരണ ഐസക് ന്യൂട്ടന്റെ പടമൊക്കെ കണ്ടിട്ടുണ്ടാവും. പ്രിസത്തിലൂടെ ലൈറ്റ് കടത്തി വിട്ടിട്ട് ഇങ്ങനെ 7 കളറുകളായിട്ട് മാറ്റുന്നത്. യെസ്, അതന്നെ. ഒരു പ്രിസത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വൈറ്റ് ലൈറ്റ് കടത്തി വിടും. വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിലൂടെ നമ്മൾ കടത്തി വിടും. ശ്രദ്ധിച്ചേക്കട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ, വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഒരു വൈറ്റ് ലൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, കടത്തി വിടുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഡീവിയേഷൻ ഇക്വേഷൻ, മക്കളെ ഡീവിയേഷൻ ഇക്വേഷൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആംഗിൾ ഓഫ് പ്രിസം ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് -1 കേട്ടോ. ആംഗിൾ ഓഫ് പ്രിസം ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് -1 എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? വെരി സ്മോൾ ആംഗിൾ പ്രിസത്തിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. യെസ്, ആംഗിൾ ഓഫ് പ്രിസം ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് -1 അല്ലേ? ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഈക്വൽ ടു, യെസ്, അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ദെൻ മക്കളെ ഡീവിയേഷൻ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കണ്ട, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡീവിയേഷൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ളവന് ഡീവിയേഷൻ കൂടും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ളവന് ഡീവിയേഷൻ കൂടും. നമ്മൾ പല കളറിലും പഠിപ്പിച്ചിട്ടുണ്ട്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ലാംഡ കൂടുതൽ റെഡിന്, ലാംഡ കുറവ് വയലറ്റിന്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ വയലറ്റിന്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ് റെഡിന്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റെഡിന് കുറവാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വയലറ്റിന് കൂടുതലാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ ഡീവിയേഷൻ കൂടും. സോ ഡീവിയേഷൻ ഓഫ് വയലറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഡീവിയേഷൻ ഓഫ് റെഡ് അല്ലെ? സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളുടെ ഡിഫറൻസ് കാരണം കൊണ്ട് ഓരോ കളറിനും ഉണ്ടാവുന്ന ഡീവിയേഷനിൽ വ്യത്യാസമുണ്ട്. ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാവുന്ന കളർ വയലറ്റ് ആൻഡ് ഏറ്റവും കുറവ് ഡീവിയേഷൻ ഉണ്ടാവുന്ന കളർ റെഡ്. എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക മക്കളെ? വൈറ്റ് ലൈറ്റിൽ 7 കളറുകൾ ഉണ്ടെങ്കിൽ ഈ 7 കളറുകൾക്കും ഉണ്ടാകുന്ന ഡീവിയേഷൻ 7 തരത്തിലാണ്. അതിന് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാവുന്നത് മക്കൾ ആർക്കാണ്? വയലറ്റിനാണ്. സോ വയലറ്റ് എന്ത് സംഭവിച്ചു പോകും? ഇങ്ങനെ കുറച്ചുകൂടി നന്നായിട്ട് ഡീവിയേറ്റ് ചെയ്ത് പോകും. റെഡ് വളരെ എന്ത് ചെയ്യുള്ളൂ, ഡീവിയേറ്റ് ചെയ്ത് പോകുള്ളൂ. എന്ന് പറയുമ്പോൾ തന്നെ അവരെന്ത് ചെയ്തു? വെവ്വേറെ വഴിയിൽ കൂടെ പോകേണ്ടി വരുന്ന അർത്ഥം. അപ്പൊ ഈ 7 കളറുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? വെവ്വേറെ വഴിയിൽ കൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം എന്താ? അവരുടെ ഡീവിയേഷൻസ് എന്തല്ല, സെയിം അല്ല അല്ലെ? യെസ്, ഡീവിയേഷൻ സെയിം അല്ല. അതുകൊണ്ട് വേറെ വഴി ട്രാവൽ ചെയ്യാൻ നടക്കും. അത് കാരണം കൊണ്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തു നമുക്ക് പറയും. സോ സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ഹാപ്പൻ, അതായത് നടക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ? ഡിസ്പേർഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. സോ ഡിസ്പേർഷൻ ഈസ് സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ്. സ്പ്ലിറ്റിംഗ് ഉണ്ടാവാനുള്ള കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവുന്ന ഡിഫറൻസ്. ക്ലിയർ ആണല്ലോ? അടുത്ത പോട്ടെ. സോ ഡീവിയേഷൻ ഇക്വേഷൻ ശ്രദ്ധിച്ചോ. ഡീവിയേഷൻ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഓഫ് ലെൻസ് -1 ലെൻസ് അല്ല, പ്രിസം. റിഫ്രാക്റ്റീവ് ഓഫ് പ്രിസം -1 ഇൻറ്റു ആംഗിൾ ഓഫ് പ്രിസം. യെസ്, ഓരോ കളറിനും ഓരോ ഡീവിയേഷൻ ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാവുന്ന കളർ വയലറ്റ് ആണ്. ഏറ്റവും കുറവ് ഡീവിയേഷൻ ഉണ്ടാവുന്ന കളർ റെഡ് ആണ്. യെസ്, നോക്കൂ മക്കളെ, വയലറ്റിന്റെ ഡീവിയേഷൻ മൈനസ് റെഡിന്റെ ഡീവിയേഷൻ. ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന വയലറ്റ്, ഏറ്റവും അറ്റത്ത് ഉള്ള കളർ, ഒരു
ബ്രിം ആണല്ലോ വയലറ്റ്. അപ്പൊ വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ, ഏറ്റവും കുറവുള്ളത് അപ്പുറത്തുള്ളത് റെഡ്. രണ്ട് എക്സ്ട്രീം കളേഴ്സ് ആണ് വയലറ്റ് ആൻഡ് റെഡ്. സോ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉള്ള വയലറ്റിന്റെ മൈനസ് റെഡിന്റെ ഡീവിയേഷൻ. സോ ദ ഡിഫറൻസ് ഇൻ ഡീവിയേഷൻസ്, രണ്ട് കളറിലെ ഡിഫറൻസ് ഇൻ ഡീവിയേഷൻ ഈസ് നോൺ ആസ് ആംഗുലാർ ഡിസ്പെർഷൻ. പുതിയൊരു കാര്യം വരുന്നുണ്ട് കേട്ടോ. So it is known as angular dispersion. So what is angular dispersion? Angular dispersion is a difference in the angle of deviations of violet and red. So violet and red, is that clear? That means what is deviation of violet? What is deviation of violet? Refractive index of violet. മക്കളെ ഞാൻ mu എന്നിടട്ടെ. Refractive index. Refractive index in mu എന്നിടട്ടെ. കേൾക്കുന്നുണ്ടോ? And then calculate accounting. ഉണ്ടോ? ഇവിടെ കാണാൻ ഇവിടെ പോയി. മക്കളെ കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? യെസ്, ആംഗുലാർ ഡിസ്പേർഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ആംഗുലാർ ഡിസ്പേർഷൻ ആണ് പറയുന്നത്. അപ്പൊ ആംഗുലാർ ഡിസ്പേർഷൻ എന്ന് പറയുമ്പോൾ വയലറ്റിന്റെ ഡീവിയേഷൻ മൈനസ് റെഡിന്റെ ഡീവിയേഷൻ, വയലറ്റിന്റെ ഡീവിയേഷൻ മൈനസ് റെഡിന്റെ ഡീവിയേഷൻ ആണ് ആംഗുലാർ ഡിസ്പേർഷൻ. മക്കളെ വയലറ്റിന്റെ ഡീവിയേഷൻ ഇക്വേഷൻ എന്താ മക്കളെ? നമുക്ക് ഡീവിയേഷൻ ഇക്വേഷൻ നമുക്ക് സൈഡിൽ എഴുതി വെക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് 1 ഇൻറ്റു ലെൻസ് അല്ല പ്രിസം, റിഫ്രാക്റ്റീവ് ഓഫ് പ്രിസം മൈനസ് 1 ഇൻറ്റു ആംഗിൾ ഓഫ് പ്രിസം. ഇതാണ് ഡീവിയേഷന്റെ. അപ്പൊ ഡീവിയേഷൻ ഓഫ് വയലറ്റ് എന്ന് പറയുമ്പോൾ എന്താ? NV മൈനസ് 1 ഇൻറ്റു ആംഗിൾ ഓഫ് പ്രിസം. ശരിയല്ലേ? ഡീവിയേഷൻ ഓഫ് വയലറ്റ് NV മൈനസ് 1 ഇൻറ്റു ആംഗിൾ ഓഫ് പ്രിസം മൈനസ് ഡീവിയേഷൻ ഓഫ് റെഡ് എന്താ മക്കളെ? NR മൈനസ് 1 ഇൻറ്റു ആംഗിൾ ഓഫ് പ്രിസം. Is that clear? അപ്പോ ഡീവിയേഷൻ ഓഫ് വയലറ്റ് NV മൈനസ് 1 ഇൻറ്റു ആംഗിൾ ഓഫ് പ്രിസം, NR മൈനസ് 1 ഇൻറ്റു ആംഗിൾ ഓഫ് പ്രിസം. ഇതാണ് രണ്ട് ഡീവിയേഷൻസ് ആണല്ലോ. അവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആംഗുലാർ ഡിസ്പെർഷൻ. ക്ലിയർ ആണോ? യെസ്, യെസ്, ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് എന്ത് ചെയ്യാം? ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. NV ഇൻറ്റു A മൈനസ് A, NV ഇൻറ്റു A മൈനസ് A മൈനസ് NR ഇൻറ്റു A പ്ലസ് A. മക്കളെ ഈ മൈനസും പ്ലസ് ആയി മാറും. അപ്പോ എയും എയും എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ചെയ്ത് പോകും. സോ ആംഗിൾ ഓഫ് പ്രിസം ഇൻറ്റു NV മൈനസ് NR, ദാറ്റ് ഈസ് ആംഗുലാർ ഡിസ്പെർഷൻ. So what is angular dispersion?
angle of prism into NV minus NR, difference in the refractive indexes. So difference in the refractive indices NV minus NR into angle of prism ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? Angular dispersion. അതായത് വയലറ്റിന്റെ ഡീവിയേഷൻ മൈനസ് റെഡിന്റെ ഡീവിയേഷൻ ആണ് angular dispersion. അത് നമ്മൾ ഒന്ന് നോക്കി വന്നപ്പോൾ നമുക്ക് ഇങ്ങനെയും കിട്ടും. angle of prism into refractive index of violet minus red ആണ് നമ്മുടെ deviation. Angular dispersion. Clear ആയോ? നോട്ട് ചെയ്തോ? യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ബാക്കിയാണ് A into NV minus NR. ഓക്കെ, റൈറ്റ്. ഇനി ആംഗുലർ ഡിസ്പേർഷൻ എഴുതി. ആംഗുലർ ഡിസ്പേർഷൻ ഞാൻ വീണ്ടും പറയുന്നു. ആംഗുലാർ ഡിസ്പേർഷൻ ഈസ് ഈക്വൽ ടു ഡീവിയേഷൻ ഓഫ് വയലറ്റ് മൈനസ് ഡീവിയേഷൻ ഓഫ് റെഡ് എന്ന് പറയുമ്പോൾ ആംഗിൾ ഓഫ് പ്രിസം ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വയലറ്റ് മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെഡ്. ഇനി വാട്ട് ഈസ് ഡീവിയേഷൻ ഓഫ് യെല്ലോ കളർ? ഡീവിയേഷൻ ഓഫ് യെല്ലോ ആണ് നമ്മുടെ മീൻ കളർ കേട്ടോ. നടുക്കിലുള്ള കളർ എന്നുള്ള രീതിയിൽ യെല്ലോ കളർ ആണ്. സോ ഡീവിയേഷൻ ഓഫ് യെല്ലോ കളർ എന്ന് പറയുമ്പോൾ ആംഗിൾ ഓഫ് പ്രിസം ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് യെല്ലോ മൈനസ് 1. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് യെല്ലോ മൈനസ് 1 അങ്ങനെ എഴുതാം. സോ യെല്ലോ ആണ് നമ്മുടെ എന്ത് മക്കളെ? മീൻ കളർ എന്ന് പറയും. നമ്മൾ ഈ മീൻ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവില്ല, ആവറേജ്. അപ്പൊ മീൻ കളർ നമ്മുടെ എന്താണ്? യെല്ലോ ആണ്. അപ്പൊ യെല്ലോന്റെ ഡീവിയേഷൻ നമ്മൾ എടുത്തിരിക്കുന്നു. യെല്ലോന്റെ ഡീവിയേഷൻ എന്താ? ആംഗിൾ ഓഫ് പ്രിസം ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് യെല്ലോ മൈനസ് 1 ആണ് നമ്മുടെ യെല്ലോന്റെ ഡീവിയേഷൻ. ഈ യെല്ലോ മീൻ കളർ ആയിട്ട് എടുക്കാനുള്ള കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വയലറ്റ് പ്ലസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെഡ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് യെല്ലോ കിട്ടും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. വയലറ്റിന്റെ ഈ എക്സ്ട്രീം പ്ലസ് ആ എക്സ്ട്രീം ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യെല്ലോന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. സോ യെല്ലോ ഇസ് ടേക്കൻ ആസ് മീൻ കളർ. സോ A into അത്. ഇനി ആംഗുലാർ ഡിസ്പേർഷൻ ബൈ ഡീവിയേഷൻ ഓഫ് യെല്ലോ മീൻ കളർ. നോക്കൂട്ടാ, ആംഗുലർ ഡിസ്പേർഷൻ ബൈ ഡീവിയേഷൻ ഓഫ് യെല്ലോ എന്ന് പറയുമ്പോൾ രണ്ട് എക്സ്ട്രീമിലുള്ള കളറുകളുടെ ഡീവിയേഷന്റെ ഡിഫറൻസ് ഡിവൈഡ് ബൈ മീൻ കളറിന്റെ ഡീവിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഡിസ്പേഴ്സീവ് പവർ. പുതിയ സാധനം വരുന്നു, ഒമേഗ. ഡിസ്പേഴ്സീവ് പവർ ഒന്ന് കണ്ടുവെക്കണേ, ഇതൊക്കെ ചിലപ്പോൾ ആവശ്യം വരെ. ഡിസ്പേഴ്സീവ് പവർ ഈക്വൽ ടു ഒമേഗ ഈക്വൽ ടു എന്താ ഇക്വേഷൻ? ആംഗുലാർ ഡിസ്പേർഷൻ മൈനസ് deviation of yellow. What is angular dispersion? Angular dispersion, the angle of prism into refractness of violet minus red by deviation of yellow. What is deviation of yellow? A into refractness of yellow minus 1. മക്കളെ A യും cancel ചെയ്ത് കളഞ്ഞു കേട്ടോ. A യും cancel ചെയ്ത് കളഞ്ഞു. So dispersive power equal to NV minus NR by NY minus 1. NV minus NR by NY minus 1. അതാണ് എന്ത്? dispersion. Dispersive power omega. Clear ആയില്ലേ? സോ ഒമേഗ ഈക്വൽ ടു നമ്മൾ നോക്കി വെക്കണം. ഒമേഗ ഈക്വൽ ടു രണ്ട് എക്സ്ട്രീമിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളുടെ ഡിഫറൻസ് ബൈ മീൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മൈനസ് 1. മീൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മൈനസ് 1. അതിന് യെല്ലോ തന്നില്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയോ? യെല്ലോ തന്നില്ലെങ്കിൽ വയലറ്റ് പ്ലസ് റെഡ് ബൈ 2 ചെയ്താൽ മതി. വയലറ്റ് പ്ലസ് റെഡ് ബൈ 2 ചെയ്താൽ നമുക്ക് യെല്ലോന്റെ കിട്ടും. യെല്ലോ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് തന്നിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പോ ഇതാണ് ഒമേഗ. ഇനി ഡിഫറൻസിയേഷൻ ഫോർമാറ്റിൽ എഴുതുകയാണെങ്കിൽ മക്കളെ ഒമേഗ ഈക്വൽ ടു ഡി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ n മൈനസ് 1. dn മക്കളെ dn എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നോക്കിയേ, NV minus NR എന്ന് പറയുമ്പോൾ രണ്ട് എക്സ്ട്രീമിൽ തമ്മിലുള്ള ചേഞ്ച് ആണ്. സോ NV minus NR can be written as dn, ചേഞ്ച് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. dn divided by മക്കളെ ഇത് മീൻ ആണ്. മീൻ നമുക്ക് n തന്നെ എഴുതാം. സോ ഒമേഗ ഈക്വൽ ടു dn by n minus 1. ക്ലിയർ ആണോ? ആംഗുലാർ ഡിസ്പേർഷൻ, ഡിസ്പേഴ്സീവ് പവറും പറഞ്ഞു കേട്ടോ. അപ്പൊ എല്ലാ കളർക്കും ഒരേ ഡീവിയേഷൻ ആണോ? കൺക്ലൂഡ് ചെയ്യാം. എല്ലാ കളർക്കും ഒരേ ഡീവിയേഷൻ ആണോ? അല്ല. വയലറ്റിന് കൂടുതലാണ്, റെഡിന് എന്താണ്? കുറവാണ്. ആ വയലറ്റിന്റെയും റെഡിന്റെയും ഡീവിയേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആംഗുലാർ ഡിസ്പേർഷൻ കേട്ടോ. ഡീവിയേഷൻ ഓഫ് വയലറ്റ് മൈനസ് ഡീവിയേഷൻ ഓഫ് റെഡ് ഈസ് ഈക്വൽ ടു ആംഗുലാർ ഡിസ്പേർഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് പ്രിസം ഇൻടു റിഫ്രാക്റ്റൻസ് ഓഫ് വയലറ്റ് മൈനസ് റിഫ്രാക്റ്റൻസ് ഓഫ് റെഡ്. റൈറ്റ്. Then dispersive power എന്ന് പറയുമ്പോൾ എന്താ? ആംഗുലാർ ഡിസ്പേർഷൻ ബൈ യെല്ലോന്റെ ഡീവിയേഷൻ. അത് വെച്ച് നമ്മൾ ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? NV minus NR. ഇമ്രാനെ ശ്രദ്ധിക്കേ, NV minus NR എന്താ? NV minus NR ചേഞ്ച് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെ? NV minus NR വയലറ്റ് മൈനസ് റെഡ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ ചേഞ്ചിനെ നമ്മൾ D വെച്ച് റെപ്രസെന്റ് ചെയ്യാറില്ലേ? What is DY? Change in Y. What is DX? Change in X. That's why change in refractive index n dn. കേട്ടോ ഇമ്രാനെ? ക്ലിയർ ആയില്ലേ? ഡെറിവേറ്റീവ്. Yes. Okay. It is dn by n minus 1. Dispersive power. Yes. Next വരാനുള്ളത് കോമ്പിനേഷൻ ഓഫ് പ്രിസം. ഇത് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. കോമ്പിനേഷൻ ഓഫ് പ്രിസം. മക്കളെ കോമ്പിനേഷൻ ഓഫ് പ്രിസം കൂടി കഴിഞ്ഞാൽ നമുക്ക് പ്രിസം ആണെങ്കിൽ അവസാനിപ്പിക്കാം.
സോ കോമ്പിനേഷൻ ഓഫ് പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, രണ്ട് പ്രിസങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് വെക്കുക. രണ്ട് പ്രിസങ്ങൾ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്ത് വെക്കുക. ഇതാണ് രണ്ട് പ്രിസങ്ങൾ. ഓക്കെ, ഇത് ഫസ്റ്റ് പ്രിസം A1 ആണ്, ഇവന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 എടുത്തിരിക്കുന്നു. ഇവന്റെ ഇത് സെക്കൻഡ് പ്രിസം A2 ആണ്, ആംഗിൾ ഓഫ് പ്രിസം അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആണ്. മക്കളെ കോമ്പിനേഷൻ ഓഫ് പ്രിസം രണ്ട് രീതിയിലാണ് ചോദിക്കുക. ഫസ്റ്റ് വിത്തൗട്ട് ഡീവിയേഷൻ ചോദിക്കും. കോമ്പിനേഷൻ ഓഫ് പ്രിസം വിത്തൗട്ട് ഡീവിയേഷൻ. മക്കളെ ഡീവിയേഷൻ ഇല്ലാതെ പ്രിസം എന്ത് ചെയ്യുന്നു, നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ ഒരു പ്രിസത്തില് ലൈറ്റ് കടത്തി വിടുമ്പോൾ ഡീവിയേഷൻ ഉണ്ടാകും, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു പ്രിസം ഉണ്ടാക്കുന്ന ഡീവിയേഷൻ മറ്റൊരു പ്രിസം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ട് പ്രിസങ്ങൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല മക്കളെ, ഡീവിയേഷൻ ഉണ്ടാകില്ല. അതാണ് നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ, വിത്തൗട്ട് ഡീവിയേഷൻ. ഇത് പ്രീവിയസ് ഇയർ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സോ വി കമ്പൈൻ ടു പ്രിസം ആൻഡ് വി പ്രൊഡ്യൂസ് നോ ഡീവിയേഷൻ വിത്തൗട്ട് ഡീവിയേഷൻ എന്നുള്ള കണ്ടീഷൻ അവിടെ പറയും കേട്ടോ. അപ്പൊ ഡീവിയേഷൻ ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ആ കണ്ടീഷനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാൻ പോണേ. അപ്പൊ ഫസ്റ്റ് പ്രിസത്തിന്റെ ഡീവിയേഷൻ നോക്കി വെക്കുക മക്കളെ. ഡീവിയേഷൻ ഇക്വേഷൻ ശ്രദ്ധിച്ച് നോക്കിക്കുക, നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് മക്കളെ. ഡീവിയേഷൻ D ഈക്വൽ ടു ആംഗിൾ ഓഫ് പ്രിസം ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് -1 അല്ലെ. ആംഗിൾ ഓഫ് പ്രിസം ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം -1, അതാണ് ഡീവിയേഷൻ. അപ്പൊ ഫസ്റ്റ് പ്രിസം ഉണ്ടാക്കുന്ന ഡീവിയേഷൻ D1 എന്ന് പറയുന്നത് A1 ഇൻറ്റു റിഫ്രാക്റ്റീവ് ഓഫ് N1 -1 അല്ലെ. A1 N1 -1 അതാണ് ഫസ്റ്റ് പ്രിസത്തിന്റെ ഡീവിയേഷൻ. സെക്കൻഡ് പ്രിസത്തിന്റെ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ മക്കളെ ആംഗിൾ ഓഫ് പ്രിസം സെക്കൻഡ് A2 ഇൻറ്റു സെക്കൻഡ് പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് -1 A2 ഇൻറ്റു N2 -1 കേട്ടോ. വിത്തൗട്ട് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം, ഇവർ രണ്ടുപേരും ചേർന്ന് ഉണ്ടാവാൻ പാടില്ല, ഡീവിയേഷൻ ഉണ്ടാവാൻ പാടില്ല. ഇവർ രണ്ടുപേരും ചേർന്ന് ഡീവിയേഷൻ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, D1 പ്ലസ് D2 രണ്ടുപേരുടെയും ഡീവിയേഷന്റെ സം ഈക്വൽ എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. വെരി സിമ്പിൾ. അപ്പൊ വിത്തൗട്ട് ഡീവിയേഷൻ ഉള്ള വാക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ, കോമ്പിനേഷൻ ഓഫ് പ്രിസത്തിൽ വിത്തൗട്ട് ഡീവിയേഷൻ ഉള്ള വാക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രിസത്തിന്റെ ഡീവിയേഷൻ കൊടുക്കുക, മറ്റേ പ്രിസത്തിന്റെ ഡീവിയേഷൻ കൊടുക്കുക, ആഡ് ചെയ്യുക, 0 കൊടുക്കുക. സോ D1 പ്ലസ് D2 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് A1 ഇൻറ്റു N1 -1 പ്ലസ് A2 ഇൻറ്റു N2 -1 is equal to 0. That is equal to A1 into N1 -1 is equal to minus of A2 into N2 -1. So this is the condition for the combination of prism without deviation. Condition for combination of prism without deviation. Simple അല്ലേ? അപ്പൊ വിത്തൗട്ട് ഡീവിയേഷൻ രണ്ട് പ്രിസങ്ങൾ കൂടി ചേർന്ന് വിത്തൗട്ട് ഡീവിയേഷൻ. നിങ്ങൾ നോക്കിക്കോട്ടോ, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും, വളരെ ലോക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. ഇതില് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തരും, ഇവന്റും തരുന്നുണ്ടാവും, ഒരാളുടെ ആംഗിൾ ഓഫ് പ്രിസം ഉണ്ടാവും, മറ്റാളുടെ ആംഗിൾ ഓഫ് പ്രിസം കണ്ടുപിടിക്കാൻ ചോദ്യം വരികയാണ് കേട്ടോ. വിത്തൗട്ട് ഡീവിയേഷൻ ക്ലിയർ ആയല്ലോ. അപ്പൊ വിത്തൗട്ട് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഡീവിയേഷൻ ഉണ്ടാവാൻ പാടില്ല. രണ്ട് പ്രിസങ്ങളുടെ ഡീവിയേഷന്റെ സമ്മ് ചെയ്താൽ നമുക്ക് എന്ത് വരണം മക്കളെ, എന്ത് വരണം, 0 വരണം. യെസ്, ഓക്കെ, നോട്ട് ചെയ്തല്ലേ, ക്ലിയർ? യെസ്. ഇനി വരുന്നത് കോമ്പിനേഷൻ ഓഫ് പ്രിസം വിത്തൗട്ട് ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ ഉണ്ടാവാതെ കോമ്പിനേഷൻ ഓഫ് പ്രിസം നടത്താൻ പറ്റും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ രണ്ട് പ്രിസം വെറുതെ വരച്ചു വെക്കുക. ഇത് ഡമ്മിയാണ് കേട്ടോ, ഒരു റോളില്ല, വെറുതെ വരച്ചു വെക്കണതാ. ഇവന്റെ ആംഗിൾ ഓഫ് പ്രിസം A1, ഇവന്റെ ആംഗിൾ ഓഫ് പ്രിസം എന്താണ് മക്കളെ, A2. ഓക്കെ, ഡിസ്പേർഷൻ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞത്. അവർ രണ്ടുപേരും കൂടി ചേരുമ്പോൾ എന്തുണ്ടാവാൻ പാടില്ല, ഡിസ്പേർഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഫസ്റ്റ് പ്രിസത്തിന്റെ ഡിസ്പേർഷൻ, ഫസ്റ്റ് പ്രിസം മക്കളെ ആംഗുലർ ഡിസ്പേർഷൻ എടുത്താൽ മതി. എന്താ ആംഗുലർ ഡിസ്പേർഷന്റെ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതി വെക്കാം. ആംഗിൾ ഓഫ് പ്രിസം ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വയലറ്റ് മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെഡ്. ദിസ് ഇസ് ആംഗുലർ ഡിസ്പേർഷൻ. ആംഗുലർ ഡിസ്പേർഷൻ നമ്മൾ പഠിപ്പിച്ചതാ. ആംഗുലർ ഡിസ്പേർഷൻ ഈക്വൽ ടു ആംഗിൾ ഓഫ് പ്രിസം ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വയലറ്റ് മൈനസ് റെഡ്. സോ ഫസ്റ്റ് പ്രിസം ആണെങ്കിൽ ഫസ്റ്റ് പ്രിസത്തിന്റെ ഡിസ്പേർഷൻ മക്കളെ, ഡിസ്പേർഷൻ ഇസ് ഈക്വൽ ടു A1 ഇൻറ്റു NV1 മൈനസ് NR1 അല്ലെ. ഫസ്റ്റ് പ്രിസത്തിന്റെ ഡീവിയേഷൻ, ഡീവിയേഷൻ അല്ല, ഡിസ്പേർഷൻ. ഇനി സെക്കൻഡ് പ്രിസത്തിന്റെ ഡിസ്പേർഷൻ ഓഫ് സെക്കൻഡ് പ്രിസം A2 ഇൻറ്റു NV2 മൈനസ് NR2. വിത്തൗട്ട് ഡിസ്പേർഷൻ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം, ഈ രണ്ട് ഡിസ്പേർഷൻ കൂടി സം ചെയ്താൽ എന്ത് വരണം, 0 വരണം. അപ്പൊ നമ്മൾ സം ചെയ്യാം, A1 ഇൻറ്റു NV1 മൈനസ് NR1 പ്ലസ് A2 ഇൻറ്റു NV2 മൈനസ് NR2 ഈക്വൽ ടു 0. Why? Because without dispersion. So we can write it as A1 into NV1 minus NR1 equal to minus of A2 into NV2 minus NR2. So this is a combination of prism without dispersion. So without dispersion, രണ്ട് പ്രിസത്തിന്റെയും ആംഗുലർ ഡിസ്പേർഷന്റെ സം 0 ഇടുക. വിത്തൗട്ട് ഡീവിയേഷൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാം മക്കളെ, രണ്ട് പ്രിസത്തിന്റെയും ഡീവിയേഷന്റെ സം എടുക്കുക, 0 എടുക്കുക. ഇത് വെച്ച് ചോദിക്കാറുണ്ട്, ഇത് വെച്ച് എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം.
കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രിസത്തിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയോ? യെസ്, ഓക്കെ. അപ്പൊ അതാണ് നമ്മൾ പ്രിസം എന്ന് പറയുന്നത്. ഇനി ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഈ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എത്ര പേർക്ക് താല്പര്യമുണ്ട്? വെറുതെ താല്പര്യം ചോദിക്കുകയാണ്. എത്ര പേർക്ക് താല്പര്യമുള്ള സബ്ജക്റ്റ് ആണ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്? താല്പര്യമുണ്ടോ? യെസ്. ആർക്കും? നോട്ട് മീ. യെസ്, ഓക്കെ. ഒരാൾക്ക് താല്പര്യമുണ്ട്. ഇല്ല. മെജോറിറ്റി ആൾക്കാർക്കും അങ്ങനെ താല്പര്യം ഉണ്ടാവാറില്ല. സത്യമാണ് കേട്ടോ. ഒരു താല്പര്യമില്ലാത്ത ഒരു വിഷയമാണ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അതെന്തുകൊണ്ടാണ് താല്പര്യമില്ലാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ ഒരാളെ ആൻസർ പറയുന്നത് നല്ലതാ. എന്തുകൊണ്ടാണ് താല്പര്യമില്ലാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും? യെസ്, യെസ്, അതന്നെ കൺഫ്യൂഷൻ ആണ്. ഏത് ഇക്വേഷൻ എങ്ങനെ? യെസ്, ഫോർ ഫുൾ ഫോർമുലയാണ്. യെസ്, നല്ലതാണ്. യെസ്, മതി. അതന്നെ. അതായത് ഇതിൽ നിറച്ച് ഫോർമുലയാണ്. അതാണ് കുട്ടികളുടെ ഏറ്റവും മെയിൻ സാധനം. ഇത് ഓർമ്മിച്ച് വെക്കുക എളുപ്പമല്ല. ഇതിന് നിറച്ച് കണ്ടമാനം ഫോർമുല, അതുള്ള 5 കളിയാണ്. അപ്പോ ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളൊരു സംഭവം വരും. അപ്പോ അവർക്ക് വേണ്ടിയിട്ട്, അതായത് ഇങ്ങനെ ഇത് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്ലാസ് പറഞ്ഞേട്ടാ. ഞാൻ പറയുന്ന ഒരു 4 പോയിന്റ് പഠിക്കാൻ പറ്റണം. 4 പോയിന്റ്, ഓൺലി 4. മക്കളെ 4 പോയിന്റ് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ പരിപാടി ശുഭം. ഓക്കെ, 4 പോയിന്റ് മനസ്സിൽ വെക്കണം. ക്ലിയർ ആയോ? നമുക്ക് തുടങ്ങാം. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, വളരെ സിമ്പിൾ ആണ്. ശ്രദ്ധിച്ചിരുന്നാൽ മതി. സ്പീഡ് കൂടുതലാണെങ്കിൽ പറഞ്ഞോട്ടാ. ഇപ്പൊ ക്രാഷ് ആണ്, നിങ്ങൾക്ക് അറിയാം. സ്പീഡ് കുറച്ച് കൂടും. അപ്പൊ ഭയങ്കര അധികം ശ്രദ്ധിച്ചിരിക്കണം. അപ്പോ നമുക്ക് തുടങ്ങാം. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് 4 കാര്യങ്ങളൊന്നും ഓർമ്മിച്ച് വെച്ചാൽ, വെറും 4 കാര്യങ്ങൾ. യെസ്, നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണ്. സിമ്പിൾ മൈക്രോസ്കോപ്പ്. യെസ്, സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണ് നമ്മൾ എടുക്കാൻ പോണേ. മക്കളെ, സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ, ഈ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വലുതാക്കി കാണിക്കുന്നവൻ, അതാണ് അർത്ഥം. മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ വലുതാക്കി കാണിക്കുന്നവൻ. ഓക്കെ, സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ആകെ ഒറ്റ ലെൻസ് ഉള്ളതുകൊണ്ടാ. ഒറ്റ ലെൻസ് ഉണ്ടാവുള്ളൂ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ. ഒറ്റ കോൺവെക്സ് ലെൻസ്. ആൻഡ് ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ടാവും. നമ്മുടെ ഒബ്ജക്റ്റ് AB. ഞാൻ വേറെ റേ ഡയഗ്രാമും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ബുക്കിൽ നോക്കിയാൽ മറ്റേ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കി പഠിച്ചത്, നമ്മൾ അതൊന്നും നോക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഒറ്റ എന്താണല്ലോ നമ്മുടെ ലെൻസ് ഉള്ളോ മക്കളെ. ഒറ്റ ലെൻസ് നമുക്ക് ഐപീസ് എന്ന് എഴുതാം. കാരണം നമ്മുടെ കണ്ണ് നോക്കുന്ന ഭാഗം, കണ്ണ് ആ ലെൻസിൽ കൂടിയാണ് നോക്കുന്നത്. ഒറ്റ ലെൻസ് ഉള്ളു. ഒബ്ജക്റ്റീവ് ഐപീസ് എഴുതാൻ പാടില്ല ശരിക്കും, എന്നാലേ ഐപീസ് പറയാം. യെസ് മക്കളെ, ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? ഇതാണ് ഫോക്കസ് എന്ന് വിചാരിക്കുക. ഒബ്ജക്റ്റ് എവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക? ഒബ്ജക്റ്റ് ഇൻ ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക് സെന്റർ. ഒപ്റ്റിക് സെന്ററിനും ഫോക്കസിനും ഇടയിലാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഉണ്ടാവുക. ഒബ്ജക്റ്റിന്റെ പേര് AB. നന്നായി. ഒബ്ജക്റ്റിന്റെ പേര് AB. മക്കളെ, ഇതേ ഫോക്കസ് ഇതേ ലെങ്ത്തിൽ ഇത് എവിടെ ഉണ്ടാവും? ഫസ്റ്റ് ലൈറ്റർ ഞാൻ ജസ്റ്റ് വരയ്ക്കുന്നു. നിങ്ങൾ ഇതൊന്നും പേടിക്കണ്ട. ഇതങ്ങോട്ട് പോകുമ്പോ കൂടി അകന്ന് പോകുന്നു, അല്ലെ? ഇങ്ങോട്ട് പോകുന്നതോറും അകന്ന് പോകുന്നു, കൂട്ടിമുട്ടില്ല. സോ ഇവിടേക്ക് നോക്കണം. ഇവിടേക്ക് നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് കൂട്ടിമുട്ടി ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യും. B' A', അല്ലെ? ഇമേജ് ഫോം ചെയ്യും. യെസ്, ഇതാണ് സംഭവം. ഇമേജ് ഫോം ചെയ്യുന്നു. ഈ ഇമേജിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാം? അത് കുറച്ചൊന്ന് അറിഞ്ഞു വെച്ചോളൂ മക്കളെ. അത് സാധാ ലെൻസിന്റെ ഇമേജ് തന്നെയാണ്. ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിന്റെ ഇടയിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഫോം ചെയ്യുന്നു. ഈ ഇമേജിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാം. ഒന്ന്, എൻലാർജ്ഡ് ആണ്. 2, അത് ഇൻവേർട്ടഡ് ആണോ അത് എറക്റ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എറക്റ്റ് ആണ്. യെസ്, എറക്റ്റ് ആണ്. എൻലാർജ്ഡ് ആണ്. മാഗ്നിഫൈഡ് ആണ്. പിന്നെ റിയൽ ആണോ വെർച്വൽ ആണോ എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും മക്കളെ. വെർച്വൽ ഇമേജ് ആണ്, അല്ലെ? ഒരേ സൈഡിൽ എന്താണ്? സോ വെർച്വൽ, എറക്റ്റ്, എൻലാർജ്. അതിന്റെ പ്രോപ്പർട്ടീസ് വെറുതെ ജസ്റ്റ് ഫോർ ഹൊറർ പഠിച്ചു വെക്കുക. അപ്പോ വെർച്വൽ, എറക്റ്റ് സാധനങ്ങൾ. ആ പ്രോപ്പർട്ടി വരെ ചോദിച്ചിട്ടുള്ള ഒരു കൊല്ലുണ്ട്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് ഫോംഡ് ബൈ എ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് ചോദിച്ചിട്ടുള്ള കൊല്ലങ്ങളുണ്ട്. അപ്പൊ അതിൽ 4 ഓപ്ഷൻസ് വരും. അതിൽ വെർച്വൽ, എറക്റ്റ്, അതുപോലെ എൻലാർജ്ഡ് എന്നുള്ള 3 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം. ഇനി മാഗ്നിഫൈങ് പവർ കേട്ടോ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. മാഗ്നിഫൈങ് പവർ എന്ന് പറയുമ്പോൾ ഇതാണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് U. ഒബ്ജക്റ്റിൽ നിന്ന് ഒപ്റ്റിക് സെന്ററിലേക്കുള്ള ദൂരം ഒബ്ജക്ട് ഡിസ്റ്റൻസ് U അല്ലേ?
അല്ലേ? യെസ്, അതാണ് മക്കളെ എന്ത് ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആയിട്ടുള്ള യു. എവിടെ പോയാ? യെസ്, ഓക്കെ. ഒബ്ജക്ട് ഡിസ്റ്റൻസ് യു എന്നാണ് ഇത് പറയുന്നത്. അപ്പൊ എന്താ ഒബ്ജക്ട് ഡിസ്റ്റൻസ് മക്കളെ? ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പറഞ്ഞോളൂ. ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിൽ നിന്ന് എവിടേക്കുള്ള ദൂരം, ഇമേജിൽ ഒബ്ജക്റ്റിൽ നിന്ന് ഒപ്റ്റിക് സെന്ററിലേക്കുള്ള ദൂരമാണ്. അത് യു എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞു. മാഗ്നിഫൈങ് പവർ, ആർക്കെങ്കിലും ഇക്വേഷൻ ഓർമ്മയുണ്ടോ? മാഗ്നിഫൈങ് പവറിന്റെ ഇക്വേഷൻ ഓർമ്മയുള്ളവരൊന്ന് പറയാം. മാഗ്നിഫൈങ് പവർ ഈക്വൽ ടു 1 + d/f അല്ലെങ്കിൽ d/f. ഓക്കെ, യെസ്, മതി. നോക്കാം. അപ്പോ ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രോബ്ലം കേട്ടോ. നിങ്ങൾ ഇനി പ്രോബ്ലം തപ്പി നടക്കേണ്ട ആവശ്യമില്ല. എന്താണ് സാർ ഞങ്ങളുടെ പ്രോബ്ലം എന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? തപ്പി എന്ത് ചെയ്യേണ്ട? നടക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഓക്കെ, നിങ്ങളുടെ പ്രോബ്ലം അത് തന്നെയാണ്. നമ്മൾ ഈ ഇക്വേഷൻസ് ഇങ്ങനെ പഠിച്ചിരിക്കുകയാണ്. മാഗ്നിഫൈങ് പവർ ഈസ് ഈക്വൽ ടു d/u. മക്കളെ ഇക്വേഷൻ പറഞ്ഞു. മാഗ്നിഫൈങ് പവർ ഈക്വൽ ടു d/u. ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫൈങ് പവർ d/u ആണ്. ഓക്കെ, ഡി എന്ന് പറയുമ്പോൾ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ, ഡി. യു എന്ന് പറയുമ്പോൾ മക്കളെ എന്താ? ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ക്ലിയർ ആയോ? ഡി സൗണ്ട് ഇല്ല? ഉണ്ടല്ലോ. അയർനെ ചെക്ക് ചെയ്യൂ. യെസ്, ചെക്ക് ചെയ്തോളൂ. യെസ്, ഓക്കെ. സോ മാഗ്നിഫൈങ് പവറിന്റെ ഇക്വേഷൻ എന്താ മക്കളെ? d/u. ഇത് പഠിക്കാൻ പറ്റുമോ? d/u. d/f മറ്റേതാണൊക്കെ അവിടെ വെക്കി. d/u എന്ന് നമുക്ക് പഠിക്കാൻ പറ്റുമോ? d/u. ഈ യു വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. യു വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ മാഗ്നിഫൈങ് പവർ ഈക്വൽ ടു d/u ആണ് ഇക്വേഷൻ. ഒറ്റ ഇക്വേഷൻ ഉള്ളൂ. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ 4 കാര്യങ്ങൾ, ഒരു കാര്യം പഠിക്കാനുള്ളത്, d/u. സോ മാഗ്നിഫൈങ് പവർ ഈക്വൽ ടു d/u. അതിൽ d എന്ന് പറയുമ്പോൾ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ്, യു എന്ന് പറയുമ്പോൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ്. യു എന്ന് പറയുമ്പോൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ് കേട്ടോ. ഇനി ഇമേജ്, ഇനി ശ്രദ്ധിച്ച് കേൾക്കണം മക്കളെ. ഇമേജ് 2 സ്ഥലങ്ങളിലാണ് ഫോം ചെയ്യുക. സാധാരണ ചോദിക്കാറ്, അങ്ങനെ ചോദിക്കാറ്. 2 സ്ഥലങ്ങളിലാണ് ഇമേജ് ഫോം ചെയ്യാറ് ചോദിക്കാറ്. അവിടെ മാറ്റി വയ്ക്കുകയാണെ. ഇമേജ് 2 സ്ഥലങ്ങളിലാണ് സാധാരണ ഫോം ചെയ്യാറ്. ഒന്നാമത്തെ സ്ഥലം, ഫസ്റ്റ് സ്ഥലം, ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. മക്കളെ നോക്കിയോളൂ കേട്ടോ. ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഇമേജ് 2 സ്ഥലങ്ങളിൽ ഉണ്ടാവുള്ളൂ. അതിൽ ആദ്യത്തെ സ്ഥലം ഞാൻ പറഞ്ഞു ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. ഇമേജ് ഇൻഫിനിറ്റിയിലാണ് ഉണ്ടാകുന്നത് എന്ന് പറയും. പ്രോബ്ലത്തിൽ തരും ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. മക്കളെ ശ്രദ്ധിച്ചോ, ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ലെൻസിന്റെ ഇമേജ് ഇൻഫിനിറ്റി ഫോം ചെയ്യണമെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റ് എവിടെയായിരിക്കണം? യൂസ് യുവർ കോമൺ സെൻസ്. അതിന്റെ ഒബ്ജക്റ്റ് എവിടെയായിരിക്കണം? ഫോക്കസിലായിരിക്കണം. സോ വാട്ട് ഈസ് ഒബ്ജക്ട് ഡിസ്റ്റൻസ്? ഇമേജ് ഇൻഫിനിറ്റിയിൽ ഉണ്ടാവണമെങ്കിൽ വാട്ട് ഈസ് ഒബ്ജക്ട് ഡിസ്റ്റൻസ്? യു ഈക്വൽ ടു ഫോക്കൽ ലെങ്ത്. കഴിഞ്ഞു. ഇത് ഓർമ്മിച്ചു വെച്ചോ. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇവിടെ അങ്ങോട്ടുള്ള എല്ലാ കേസും ഇവിടെ അങ്ങോട്ടുള്ള എല്ലാ കേസിലും ഇത് ആവശ്യം വരും. ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഫോക്കൽ ലെങ്ത് ആയി കഴിഞ്ഞാൽ ഇമേജ് ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ഇമേജ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്താണ് മക്കളെ? ഫോക്കൽ ലെങ്ത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാൻ 2 കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ ഇതുവരെ. എന്തൊക്കെയാണ്? ഒന്ന് d/u, മാഗ്നിഫൈങ് പവർ ഈക്വൽ ടു d/u. ഫസ്റ്റ് വൺ d/u. അതിന് യു എന്ന് പറയുമ്പോൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ഇമേജ് 2 സ്ഥലങ്ങളിൽ ഉണ്ടാവാറ് പതിവ്. ഒന്ന് എവിടെ ഉണ്ടാവാറ്? ഒന്ന് ഇവിടെ ഇൻഫിനിറ്റിയിൽ ഉണ്ടാവും. മക്കളെ ഇൻഫിനിറ്റിയിൽ ഉണ്ടാവണമെങ്കിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഈക്വൽ ടു ഫോക്കൽ ലെങ്ത്. നമ്മളിത് പഠിച്ചു പോവാട്ടോ. ഇനി ബുക്കൊന്നും നമ്മൾ നോക്കുന്നില്ല. ഇത് ക്ലാസ് കഴിഞ്ഞാൽ ബുക്ക് നോക്കുന്നില്ല, പഠിച്ചു പോവാ. യു ഈക്വൽ ടു എഫ്. സോ ഈ കേസിൽ മക്കളെ മാഗ്നിഫൈങ് പവർ എത്രയാ? ഒന്ന് പറഞ്ഞേ. മാഗ്നിഫൈങ് പവർ ഈക്വൽ ടു d/, എന്താ എഴുതിണ്ടായിരുന്നത്? d/u എന്ന് എഴുതിണ്ടായിരുന്നു അല്ലെ? മാഗ്നിഫൈങ് പവർ ഈക്വൽ ടു d/u. ഈ യു കേസിൽ എത്രയാ? യു ഈക്വൽ ടു എഫ്. അങ്ങനെ d/f. എന്തിനാണ് നമ്മൾ ബൈഹാർട്ട് ചെയ്യണത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് നിങ്ങൾ d/f-ലേക്ക് പോണത്? d/u വരും. അതിൽ യു എഫ് ആയി മാറുന്നു ഇമേജ് എവിടെ ആകുമ്പോൾ? ഇൻഫിനിറ്റി ആകുമ്പോൾ. സോ d/f. കണ്ടോ? d/f എന്ന് എഴുതി. കുഴപ്പമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഇനി ഈ ഇമേജ് രണ്ടാമത്തെ സ്ഥലം മക്കളെ, ഇമേജ് അറ്റ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. എന്ന് പറയുമ്പോൾ ഡിയില് ഇമേജ് എവിടെ ഫോം ചെയ്യുന്നു? ഇമേജ് ഡിയിൽ ഫോം ചെയ്യുന്നു. ഇമേജ് ഡിയിൽ ഫോം ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ക്ലിയർ അല്ലേ? അങ്ങനെ 2 സ്ഥലങ്ങളിലെ ഇമേജ് ഫോം ചെയ്യാറ് ചോദിക്കാമല്ലോ. ഒന്നെങ്കിൽ ഇമേജ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഇമേജ് ഡി. വേറെ ഒന്നും ചോദിക്കാറില്ല. അതിൽ ഇമേജ് ഇൻഫിനിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. യു ഈക്വൽ ടു എഫ് ആണ്. യു കാണുന്നതൊക്കെ എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പരിപാടി കഴിഞ്ഞു.
ഇനി ഇമേജ് അറ്റ് ഡിയിൽ ഫോം ചെയ്യുന്നു വിചാരിക്കുക. യെസ്, ഇമേജ് അറ്റ് ഡി. മക്കളെ ഇമേജ് അറ്റ് ഡി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമേജ് അറ്റ് ഡി ഇവിടുന്ന് ഇനി എവിടേക്ക് കേൾക്കാൻ പറയും? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലേക്കാം ഇമേജ് അറ്റ് ഡി. ടെറസ്ട്രിയൽ ടെലസ്കോപ്പിലെ ആസ്ട്രോണമൽ ടെലസ്കോപ്പിലേക്കാം ഇമേജ് അറ്റ് ഡി. അപ്പൊ എവിടെ നിങ്ങൾ ഇമേജ് അറ്റ് ഡി കേട്ടാലും 1/u equal to 1/v plus 1/f. എവിടെ 1/u equal to 1/v plus 1/f. അതിൽ v എന്ന് പറയുന്നത് ഇമേജ് ഫോം ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാ? ഡിയിലാണ്. സോ 1/u equal to 1/d plus 1/f. ഇത് പഠിച്ചു വെക്കണം. മൂന്നാമത്തെ കാര്യം ഞാൻ പഠിച്ചു വെക്കാൻ പറഞ്ഞതാ. മൂന്നാമത്തെ കാര്യം 1/u equals മക്കളെ 1/u equals 1/d plus 1/f. ഓൾവേസ് എല്ലാ കേസിലും ഇവിടുന്ന് പറയുന്ന കോമ്പൗണ്ടില് മൈക്രോസ്കോപ്പില് ഇവിടുന്ന് പറയുന്ന ടെലസ്കോപ്പില് എല്ലാ കാര്യത്തിലും എല്ലാ ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പറയാനൊക്കെ 1/u equal to 1/d plus 1/f. ഇമേജ് അറ്റ് എവിടെ ഫോം ചെയ്യുമ്പോൾ? ഇമേജ് അറ്റ് ഡിയിൽ ഫോം ചെയ്യുമ്പോൾ. അല്ലാത്തപ്പോ u equal to f. മക്കളെ ഞാൻ പറഞ്ഞു ഐ പീസ് എന്ന് വിളിക്കാനാണ് എനിക്ക് ഇഷ്ടം ഇതിനെ. കാരണം ഒറ്റ ലെൻസ് ഉള്ളൂ, അത് കണ്ണിന്റെ അടുത്തുള്ളതാണ്. സോ നമുക്ക് ഇവിടെ ഐ പീസ് എഴുതണ്ട, യു ഇ അല്ല സോറി ഇവിടെ ഡി എഴുതണ്ട, എഫ് എന്നൊക്കെ എഴുതാം. അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. യെസ്, അപ്പൊ 1/u equal to 1/d plus 1/f ആണ്, എഫ് ആണ്. സോ ഇവിടെ നോക്കിയേ 1/u equal to 1/d plus 1/f എന്ന് പറയുമ്പോൾ എന്തൊരു മക്കളെ? d plus fe by d into fe അല്ലെ? d plus fe by d into fe. ക്ലിയർ ആണോ? സോ യു ഈക്വൽ ടു എന്ത് വരും മക്കളെ? d into fe divided by d plus fe. യു ഈക്വൽ ടു എന്ത് വരും? യു ഈക്വൽ ടു d into fe divided by d plus fe. കണ്ടോ? ഇതും ഇതും എല്ലാത്തിലും കറക്റ്റ് ആണ്, എല്ലാത്തിലും കറക്റ്റ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ എന്തൊക്കെ പോയിന്റ്സ് പഠിപ്പിച്ചേ? സിമ്പിൾ മൈക്രോസ്കോപ്പിൽ നമ്മൾ പഠിപ്പിച്ച d/u, മാഗ്നിഫൈങ് പവർ ഈക്വൽ d/u. ഓക്കെ, യു ഓഫ് ദി ഡിസ്റ്റൻസ് ആണ്. യുവിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, യു മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അങ്ങോട്ടുള്ള പകുതി പണി കുറഞ്ഞു. എന്താ യു ഓഫ് ദി ഡിസ്റ്റൻസ് ആണ്. അത് ഇമേജ് ഇൻഫിനിറ്റിയിലാവുമ്പോൾ ഓഫ് ദി ഡിസ്റ്റൻസ് ഫോക്കൽ ലെങ്ത് ആണ്. ഇമേജ് അറ്റ് ഡിയിലാവുമ്പോ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റൻസ് ഡിവിഷനിലാണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ യു ഈക്വൽ ടു d into fe by d plus fe. മക്കളെ ക്ലിയർ ആയോ? ഈ വാല്യൂസ് നോക്കി വെച്ചാൽ ഇതും ഇതും കേട്ടോ. ഞാനിത് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ ഇനി പറയാൻ ബാധ്യസ്ഥരാണ്ട. നിങ്ങൾ ഇതിപ്പോ നോട്ടിന്റെ സൈഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിന്റെ സൈഡിൽ എഴുതിയിട്ടുള്ളൂ. ഇത് പല സ്ഥലങ്ങളിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അപ്പോ യു ഈക്വൽ ടു d into fe divided by d plus fe. ക്ലിയർ? യെസ്. ഇനി ഇവിടുത്തെ മാഗ്നിഫൈങ് പവർ എഴുതിയിട്ടില്ലല്ലോ നമ്മള്. സോ വാട്ട് ഈസ് എ മാഗ്നിഫൈങ് പവർ വെൻ magnifying power when image at d, sorry image alla image at d, image is formed at least distance of distant division. And the equation makala magnifying power general equation d by u, general equation d by u ana. So it is d by u ki param endha edha makale? d into fe by d plus fe. makale d into mettipu d plus fe molipu. So it is d plus fe by fe, that is equal to 1 plus d by fe. anda anganeyana equation vannu 1 plus d by fe. അപ്പൊ ബൈ ഹാർട്ട് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ പഠിക്കലാണ്. ഞാൻ 3 കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ. ആ 3 കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ മക്കളെ ഇത് ശ്രദ്ധിച്ചോളൂ. മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വീണ്ടും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, തുറന്നു നോക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനെയാണ് പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ എങ്ങനെയാ? ഒന്നാമത്തെ കാര്യം സിമ്പിൾ മൈക്രോസ്കോപ്പ് d/u. യുക്ക് 2 വാല്യൂസ് പോസിബിൾ ആണ്. ഇമേജ് ഇൻഫിനിറ്റി ആകുമ്പോൾ യു ഫോക്കസ് എഫ് ആണ്. ഇമേജ് ടു ഡി ആണെങ്കിൽ യു എന്ന് പറയുമ്പോൾ എഫ് ഇൻറ്റു ഡി അല്ലെ? എഫ് ഇൻറ്റു ഡി ബൈ ഡി പ്ലസ് എഫ്. ഈ എഫ് എന്നുള്ള കാരണം ഐ പീസിന്റെ ഇത് കാരണമാണ്. ക്ലിയർ ആയോ? അടുത്തേക്ക് പോകാലോ. അപ്പോ യെസ്, അപ്പോ ഇമേജ് ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുമ്പോൾ d by f, ഇമേജ് ഡിയിൽ ഫോം ചെയ്യുമ്പോൾ 1 plus d by f. ഏത് മാഗ്നിഫൈങ് പവറാ കൂടുതൽ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ട്. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഏത് മാഗ്നിഫൈങ് പവറാ കൂടുതൽ? ഇമേജ് ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുമ്പോഴാ അതോ ഇമേജ് അറ്റ് ഡിയിൽ ഫോം ചെയ്യുമ്പോഴാണോ മാഗ്നിഫൈങ് പവർ കൂടുതൽ? ഇമേജ് അറ്റ് ഡി. എത്ര കൂടുതലാണെന്ന് അറിയോ? 1 കൂടുതലാ. ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട് മക്കളെ. മാഗ്നിഫൈങ് പവർ വെൻ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു 5. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മാഗ്നിഫൈങ് പവർ വെൻ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി ഈസ് 5. വാട്ട് ഈസ് എ മാഗ്നിഫൈങ് പവർ വെൻ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റന്റ് ഡിവിഷൻ? അങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. യെസ്, അങ്ങനെ ഒരു ചോദിച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ. ഇനി നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വരുന്നു.
കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. പെട്ടെന്ന് നോക്കാം, ഇതിന്റെ റേ ഡയഗ്രം കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയോളൂ കേട്ടോ. എത്ര ലെൻസ് ഉണ്ട്? ഞാൻ പെട്ടെന്ന് 2-3 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. എത്ര ലെൻസ് ഉണ്ട് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പില്? 2 ലെൻസ് ഉണ്ട്. ഒബ്ജക്റ്റീവ് ആൻഡ് യെസ് പറഞ്ഞോളൂ. ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ്. ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ് എന്ന് പറയുന്ന 2 എന്തുണ്ട് മക്കളെ? ലെൻസുകളുണ്ട്. ഒബ്ജക്റ്റീവും ഐ പീസും. കേട്ടോ, നിങ്ങള് വരച്ച് നോക്കിയോളേ, ഞാൻ വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. റേ ഡയഗ്രം ഞാൻ നിങ്ങൾക്ക് വരച്ചേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അത് നിങ്ങൾ നോക്കിയോളൂ കേട്ടോ, അതിനുള്ള ഇതില്ല. ഞാൻ എന്റെ റൂള് പറഞ്ഞുതരാം. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എങ്ങനെ പഠിക്കും? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായിരിക്കും ഏറ്റവും ബെസ്റ്റ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവനാണ് ഐ പീസ് അല്ലേ, ഇവനാണ് ഒബ്ജക്റ്റീവ്. ഇതില് ശ്രദ്ധിച്ചു നോക്കൂ. ഐ പീസ് സിമ്പിൾ മൈക്രോസ്കോപ്പ് പോലെ ആക്റ്റീവ്. കേട്ടോ, ഞാൻ അങ്ങനെ ഓർമ്മിച്ചു വെക്കാറ്. ഐ പീസ് സിമ്പിൾ മൈക്രോസ്കോപ്പ് പോലെ ആക്റ്റീവ്. ഐ പീസ് സിമ്പിൾ മൈക്രോസ്കോപ്പ് പോലെ ആക്റ്റീവ്. ക്ലിയർ ആയോ? ഐ പീസ് സിമ്പിൾ മൈക്രോസ്കോപ്പ് പോലെ ആക്റ്റീവ്. സോ മാഗ്നിഫൈങ് പവർ മക്കളെ 2 ലെൻസുകൾ വരുമ്പോൾ മാഗ്നിഫൈങ് പവർ എന്ന് പറയുമ്പോൾ മക്കളെ M1 × M2 അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇഫക്റ്റീവ് മാഗ്നിഫൈങ് പവർ അല്ലെങ്കിൽ ഇഫക്റ്റീവ് സംഭവം എന്ന് പറയുമ്പോൾ എന്താ? M1 × M2 അല്ലേ? ഇത് കേട്ടിട്ടുണ്ടോ? M1 × M2 കേട്ടിട്ടില്ലേ? യെസ്. സോ 2 ലെൻസുകൾ വരുന്നു. ഇഫക്റ്റീവ് മാഗ്നിഫൈങ് പവർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെൻസിന്റെ ഇൻറ്റു സെക്കൻഡ് ലെൻസിന്റെ M1 × M2. അത് നമ്മൾ കേൾക്കാത്തവരുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. കേൾക്കാത്തവരുണ്ട് അല്ലേ? യെസ്, കുഴപ്പമില്ല. അപ്പൊ ഇനി മുതൽ കേട്ടോട്ടോ, മാഗ്നിഫൈങ് പവർ എന്ന് പറയുന്നത് M1 × M2 ആണ്. 2 ലെൻസുകൾ വരുമ്പോ M1 × M2. ക്ലിയർ ആയോ? അപ്പൊ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ എത്ര ലെൻസ് ഉണ്ട് മക്കളെ? 2 ഉണ്ട്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 2 ലെൻസ് ഉണ്ട്. അതിൽ ഐ പീസ് എന്തുപോലെ ആക്ട് ചെയ്യുന്നു? ഐ പീസ് സിമ്പിൾ മൈക്രോസ്കോപ്പ്. അതാണ് മനസ്സിലുള്ളത് കേട്ടോ. അത് മനസ്സിൽ വെച്ചിട്ടുണ്ട് ഞാൻ. ഐ പീസ് സിമ്പിൾ മൈക്രോസ്കോപ്പ് പോലെ ആക്ട് ചെയ്യുന്നു, മറ്റവൻ സാധാ ലെൻസ് പോലെ ആക്ട് ചെയ്യുന്നു. സോ ഇഫക്റ്റീവ് എന്ന് പറയുമ്പോൾ മക്കളെ M1 × M2. ഓക്കെ, അതിൽ M1 എന്ന് പറയുമ്പോൾ ഇവന്റെ നമ്മുടെ ഒബ്ജക്റ്റീവിന്റെ മക്കളെ ഒരു ലെൻസിന്റെ സാധാരണ മാഗ്നിഫൈങ് പവറിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാലോ. എന്താ? VO/UO അറിയില്ലേ? V/U. അയ്യോ, മാഗ്നിഫിക്കേഷൻ കേട്ടിട്ടുണ്ടോ ലെൻസിന്റെ? V/U കേട്ടിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ലെൻസ് നമ്മൾ സാധാരണ ലെൻസ് പോലെ ആക്ട് ചെയ്യുന്നു, V/U. സെക്കൻഡ് ലെൻസ് എന്തുപോലെ ആക്ട് ചെയ്യുന്നു? ഐ പീസ് എന്തുപോലെ ആക്ട് ചെയ്യുന്നു? ഐ പീസ് സിമ്പിൾ മൈക്രോസ്കോപ്പ് പോലെ ആക്ട് ചെയ്യുന്നു. സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ D/U. നമ്മൾ നേരത്തെ പറഞ്ഞത് D/U ആണ് സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ. അപ്പൊ VO/UO × D/UE. D/U. ക്ലിയർ ആയോ? കേട്ടോ, ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുക്കാം. എന്തുകൊണ്ടോ മൈനസ് അറിയോ? ഇൻവേർട്ടഡ് ഇമേജ് ഫോം ചെയ്യാം. ഫൈനൽ ഇമേജ് ഇൻവേർട്ടഡ് ആണ്. സോ -VO/UO × D/U എന്ന ഇക്വേഷൻ കിട്ടും. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ മക്കളെ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 2 ലെൻസ്, ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ്. ഇഫക്റ്റീവ് മാഗ്നിഫൈങ് പവർ എന്ന് പറയുമ്പോൾ ഒരാളുടെ ഇൻറ്റു മറ്റാളുടെ. അതിൽ ഒരുത്തൻ ഐ പീസ്, സെക്കൻഡ് വൺ ഐ പീസ് എന്തുപോലെ ആക്ട് ചെയ്യും? സിമ്പിൾ മൈക്രോസ്കോപ്പ് പോലെ ആക്ട് ചെയ്യും. ഒബ്ജക്റ്റീവിനെ നമ്മൾ സെപ്പറേറ്റ് ഒരു ലെൻസിനെ പോലെ തന്നെ എടുത്തു. അങ്ങനെ ഓർമ്മിച്ച് വെക്കുക. അങ്ങനെയാണ് എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വെക്കുക. ഞാൻ ഓർമ്മിച്ച് വെക്കാനുള്ള മെത്തേഡ് പറഞ്ഞ ഡെറിവേഷൻ ചെയ്ത് കിട്ടിയാലും നമുക്ക് തന്നെ കിട്ടാം. അപ്പോ VO/UO മറ്റേ ഫസ്റ്റ് ലെൻസിന്റെ മാഗ്നിഫൈങ് പവർ VO/UO × D/UE. കഴിഞ്ഞു കേട്ടോ. മൈനസ് ഉള്ള കാര്യം നോക്കണ്ട. ഫൈനൽ ഇമേജ് എന്താണ് മക്കളെ? ഇൻവേർട്ട് കാണിക്കാൻ. ഇനി അതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മാഗ്നിഫൈങ് പവർ കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അത് കുഴപ്പമില്ല. യെസ്, ഓക്കെ. -VO/UO × D/UE. ഇനി D/U ഐ പീസ് ആയിരുന്നു, നമുക്ക് D/UE എന്ന് കൊടുക്കാം, കുഴപ്പമില്ല. ഇനി ഇമേജ് എവിടെയൊക്കെ ഫോം ചെയ്യാം മക്കളെ? ഇമേജ് എവിടെയൊക്കെ ഫോം ചെയ്യാം? 2 സ്ഥലങ്ങളിൽ ഫോം ചെയ്യാം. ആദ്യത്തെ സ്ഥലം പറഞ്ഞോ? ആദ്യത്തെ സ്ഥലം പറ. ഇൻഫിനിറ്റി. യെസ്, നോക്കാം നമുക്ക്. ഇമേജ് ഇൻറ്റു ഇൻഫിനിറ്റി. ഇമേജ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല, വേറെ ഒന്നും ഇവിടെ പറയാനില്ലല്ലോ. U = F. നമ്മൾ നേരത്തെ പറഞ്ഞത് U = F. സോ മാഗ്നിഫൈങ് പവർ എന്ത് വരും മക്കളെ? മാഗ്നിഫൈങ് പവർ ഈസ് ഈക്വൽ ടു -VO/UO × D/F. കണ്ടോ? -VO/UO × D/F. U ക്ക് പകരം F. FE ഐ പീസ് ആണ്. FE. സോ -VO/UO × D/FE. കുഴപ്പമുണ്ടോ? യെസ്. ഇനി വാട്ട് അബൌട്ട് ദിസ് വൺ? ഇമേജ് അറ്റ് D. മക്കളെ ഇമേജ് അറ്റ് D ഒന്ന് പറഞ്ഞേ. മാഗ്നിഫൈങ് പവർ ഈക്വൽ ടു -VO/UO × 1 + D/F. നമ്മൾ നേരത്തെ പറഞ്ഞത് 1 + D/F. കുഴപ്പമുണ്ടോ? സോ 1 + D/F നമ്മൾ
ഇമേജ് അറ്റ് ഡി ഫോം ചെയ്യുന്ന സമയത്ത് സിമ്പിൾ മൈക്രോസ്കോപ്പിൽ പറഞ്ഞത് ഇന്റെ ഒരു വിഒ ബൈ യുഒ അത് ഒബ്ജക്റ്റീവിന്റെ വക. അപ്പൊ രണ്ടുപേരുടെ വക, ഒബ്ജക്റ്റീവിന്റെ വകയും ഐ പി എസിന്റെ വക. ഐ പി എസ് സിമ്പിൾ മൈക്രോസ്കോപ്പ് പോലെ ആക്ട് ചെയ്യും കേട്ടാ. ഒന്നുകിൽ ഡി ബൈ എഫ് അല്ലെങ്കിൽ 1+d/f. മറ്റത് വിഒ ബൈ യുഒ കോൺസ്റ്റന്റ് എപ്പോഴും സെയിം ആണ് വിഒ ബൈ യുഒ. മക്കളെ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? യെസ്, നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണ്ട, മനസ്സിലാക്കും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു കാര്യം കൂടി പറയാനുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഈ രണ്ട് ലെൻസുകൾ ഈ രണ്ട് ലെൻസുകൾ തമ്മിലുള്ള ദൂരം, ഈ ഒബ്ജക്റ്റീവും ഐ പീസും തമ്മിലുള്ള ദൂരത്തിനെ നമ്മൾ എന്ത് വിളിക്കണം എന്നറിയോ? ഒബ്ജക്റ്റീവും ഐ പീസും തമ്മിലുള്ള ദൂരത്തിനാണ് നമ്മൾ ലെങ്ത് ഓഫ് ട്യൂബ് എന്ന് വിളിക്കണേ. ലെങ്ത് ഓഫ് ട്യൂബ് കേട്ടാ, ലെങ്ത് ഓഫ് ട്യൂബ്. യെസ്, അപ്പൊ നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചല്ലേ? -VO by U into d/f -VO by U into 1+d/f. യെസ്, ഇനി നമുക്ക് ലെങ്ത് ഓഫ് ട്യൂബിനെ കുറിച്ച് പറയാം. ഞാൻ മാക്കിയാണേ, വേഗം വേഗം. യെസ്, ഓക്കെ, നമുക്ക് ലെങ്ത് ഓഫ് ട്യൂബ് പറയാം. യെസ്, ഇത് നോക്കിയേ, ഇത് ഒബ്ജക്റ്റീവ്, ഇതെന്താ മക്കളെ? ഐ പീസ്. പെട്ടെന്ന് പറയുമ്പോൾ നോക്കൂ, ഇവിടുന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് വരച്ചുതരാം, വേറെ ഒന്നും ഇത് തോന്നണ്ട, നമ്മൾ റഫായിട്ട് വരയ്ക്കണുള്ളൂ. ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യും, A', B', A', B'. ഈ ഇമേജ് ആരാണ്ടാക്കിയേ? ഈ ഇമേജ് ആരാണ്ടാക്കിയത്? ഏത് ലെൻസാ? ഈ A', B' എന്ന് പറഞ്ഞ ഇമേജ് ഉണ്ടാക്കിയത് ഏത് ലെൻസാ മക്കളെ? ഒബ്ജക്റ്റീവ് ആണ്. യെസ്, ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവ് ആണ് ഉണ്ടാക്കിയത്. സോ ദിസ് ഈസ് ദ ഇമേജ് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ് VO ആൻഡ് ദിസ് ഈസ് ദ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ് UO. ശ്രദ്ധിച്ചോളൂടാ, ഇത് UO, ഇത് VO. യെസ്, ഈ ഇമേജ് ഇവൻ എന്തായിട്ട് ആക്ട് ചെയ്യും? ഐ പി എസിന് എന്തായിട്ട് ആക്ട് ചെയ്യും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ +2 പഠിപ്പിച്ചിട്ടുള്ളതാണല്ലോ. ഈ ഇമേജ് ഐ പി എസിന് എന്തായിട്ട് ആക്ട് ചെയ്യും? ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ദ ഇമേജ് A', B', ദ ഇമേജ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഒബ്ജക്റ്റീവ് വിൽ ആക്ട് ആസ് ആൻ ഒബ്ജക്ട് ഫോർ ദ ഐ പീസ്. Yes, okay. So this is the object distance of eyepiece, UE. This is object distance of eyepiece, UE. Clear? Clear alle? Yes. Appo what is the length of tube? Onu parne. Length of tube equal to. Makkale length of tube nu parayumbo ee rendu lensugal thammilulla agalam. Length of tube equal to VO. Length of tube equal to VO plus UE. VO plus UE ആണ് length of tube. Length of tube equal to VO plus UE. അവിടെയും രണ്ട് conditions. Image formed at infinity. Use your brain. Infinity. Image at infinity. Or no? Image at infinity. Yes. UE ക്ക് പകരം FE. UE ക്ക് പകരം FE. Image at D. Image at D. VO plus UE ക്ക് പകരം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് FE into D by FE plus D. ഞാൻ മറക്കരുതെന്ന് പറഞ്ഞായിരുന്നു FE into D by FE plus D. Image at D യിലാണെങ്കിൽ UE ക്ക് പകരം. ഇത്ര ഉള്ള പരിപാടി കഴിഞ്ഞു. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ എന്താ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് നമ്മൾ മനസ്സിലാക്കി വെച്ചത്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് ലെൻസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്, ഐ പീസ് ഉണ്ട്. ഒബ്ജക്റ്റിനെ സെപ്പറേറ്റ് എടുക്കുക, ഐ പീസ് സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ആക്ട് ചെയ്യും. സോ മാഗ്നിഫൈങ് പവർ ഈക്വൽ ടു ഒന്നും നോക്കണ്ട, -VO by UO into D by U. Image at infinity U equal to F. So -VO by UO into D by F. Image at D. So U equal to നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ F into D by FE plus D. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -VO by UO into 1+D by F. What is the length of the tube? Length of the tube is the distance between two lengths. That is VO plus UE. VO plus what is UE? UE ക്ക് രണ്ട് രീതിയിൽ വരാം. ഇമേജ് അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ VO plus FE. ഇമേജ് അറ്റ് D ആണെങ്കിൽ UE ക്ക് പകരം FE into D by FE plus D. Clear? Yes. Then astronomical telescope. Astronomical telescope. ഈ ടെലസ്കോപ്പ് എന്തിനു വേണ്ടിട്ടാ?
ടെലിസ്കോപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? ഫാർ ഒബ്ജക്റ്റിനെ കാണാൻ, ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ കാണാൻ. യെസ്, ഓക്കെ. അപ്പോ രണ്ട് ലെൻസുകൾ ഏതേപോലെ തന്നെ മക്കളെ, ഒബ്ജക്റ്റീവും ഐ പീസും. ഓക്കെ, ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ്. മക്കളെ, ഒബ്ജക്റ്റീവ് വരുന്ന ലൈറ്റുകൾ ഇൻഫിനിറ്റി വരുന്ന ലൈറ്റുകളാണ്, അതെ, പാരലൽ ബീംസ് ഓഫ് ലൈറ്റ്. സോ നമ്മൾ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആണ്, അതാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ ചെറിയൊരു ട്രിക്ക് ഇരിക്കുന്നുണ്ട്. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് എന്നാണ് എന്ത് വരുന്നത്? ഫസ്റ്റ് ലൈറ്റ് എവിടേക്ക് വരുന്നത്? ഒബ്ജക്റ്റീവിലേക്ക് വരുന്നത്, ഒബ്ജക്റ്റീവ് ലെൻസ്. സോ ദിസ് ഈസ് ഒബ്ജക്റ്റീവ്. അപ്പൊ ഒബ്ജക്റ്റീവിലേക്ക് വരുന്ന ലൈറ്റ് റേസ് ഒക്കെ, ഒബ്ജക്റ്റീവിലേക്ക് വരുന്ന ലൈറ്റ് റേസ് ഒക്കെ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആണ്. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് വരുന്ന ലൈറ്റ് റേസ് ഒക്കെ പാരലൽ ആണ്. ആൻഡ് ദേ ഫോം ആൻ ഇമേജ് അറ്റ് എവിടെയാണ് ഇമേജ് ഫോം ചെയ്യണേ? എവിടെയാണ്? ഫോക്കസിലാണ്. യെസ്, ഇൻഫിനിറ്റിയിൽ വരുന്ന ലൈറ്റ് റേസ് വളരെ സിമ്പിൾ ആണ് മക്കളെ. ഇൻഫിനിറ്റിയിൽ വരുന്ന ലൈറ്റ് റേസ്, അയ്യോ, ഇൻഫിനിറ്റിയിൽ വരുന്ന ലൈറ്റ് റേസ് എവിടെ ഫോം ചെയ്യും മക്കളെ? ഫോക്കസിൽ ഫോം ചെയ്യും. യൂസ് യുവർ കോമൺ സെൻസ്. അതില്ലാണ്ട് വെക്കരുത്. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ആണല്ലോ, അല്ലേ? യെസ്, ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ആണത്. ഈ ഇമേജ് ഇവൻ എന്താ അട്രാക്ട് ചെയ്യും? ഇതാണ് ഐ പീസ്. ദിസ് ഈസ് ഐ പീസ്. ആ ഐ പീസിന് അവൻ എന്താ അട്രാക്ട് ചെയ്യും? ഈ ഇമേജ് ഐ പീസിന് എന്താ അട്രാക്ട് ചെയ്യും? ഒബ്ജക്റ്റ് അട്രാക്ട് ചെയ്യും. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് യു ഇ. Unfortunately, that distance is UE of the distance. Is that clear? Simple ആണല്ലോ, clear അല്ലേ? Yes. Then yes, then what is magnifying power? Magnifying power is equal to the equation FO by UE. പരിപാടി കഴിഞ്ഞു. Magnifying power equal to FO by UE. കഴിഞ്ഞുട്ടാ. Magnifying power is equal to FO by UE. കിട്ടിയാ? FO by UE. അപ്പൊ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ തരാം, FO by UE. അത് പഠിച്ചു വെച്ചാൽ മതി. FO by UE. UE എത്ര രീതിയിലുണ്ട് മക്കളെ? UE എത്ര ടൈപ്പ് ഉണ്ട്? രണ്ട് ടൈപ്പ് ഉണ്ട്. എവിടെയാ? ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. Image at infinity. What is image at infinity മക്കളെ? UE equal to FE. UE equal to FE. So magnifying power equal to FO by FE. FO by FE. നമ്മൾ എന്താ ചെയ്യണം? FO by FE by heart ചെയ്യാം. ഇനി അടുത്ത ഇക്വേഷൻ നമുക്ക് അറിയില്ല, അപ്പൊ നമ്മൾ വീണ്ടും ബൈ ഹാർട്ട് ചെയ്യണം. FO by FE. So image at infinity വരുമ്പോ മക്കളെ FO by FE. UE equal to. ഇനി image at D ആണെങ്കിലോ മക്കളെ? യൂസ് എ ബ്രെയിൻ. Image at D ആണെങ്കിൽ മാഗ്നിഫൈയിങ് പവർ ഈക്വൽ ടു FO by UE ക്ക് പകരം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? പഠിപ്പിച്ചിട്ടുള്ളത് D into FE divided by D plus FE അല്ലേ? യെസ്, D into FE divided by D plus FE. FE ആണ് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. സോ ഇത് മോളിൽ പോകും മക്കളെ. സോ മാഗ്നിഫൈയിങ് പവർ ഈക്വൽ ടു FO into D plus FE by D into FE. FO equal to D plus FE by D into FE. So magnifying power equal to FO by FE. മക്കളെ FO by FE നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. FO by FE into 1 plus മക്കളെ D by D 1 plus FE by D. പരിപാടി ഗതം ഹോ ഗയാ, അവസാനിപ്പിച്ചു. So magnifying power equal to FO by FE by 1 plus FE by D. ക്ലിയർ അല്ലേ മക്കളെ? യെസ്, അത്രേ ഉള്ളൂ. ഇനി ലെങ്ത് ഓഫ് ട്യൂബ് എത്രയാ? ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ പറയണേ ലെങ്ത് ഓഫ് ട്യൂബ് എത്രയാ? ലെങ്ത് ഓഫ് ട്യൂബ് നിങ്ങൾക്ക് പറയാം. വാട്ട് ഇസ് ലെങ്ത് ഓഫ് ട്യൂബ്? FO plus UE. ഇമ്രാനെ തെറ്റിക്കല്ലടാ കുട്ടാ, FO plus FE അല്ലടാ, FO plus UE. അഞ്ചല അടുത്ത് തെറ്റിക്കണം. ഇടിച്ചാൽ എല്ലാത്തിനും പോയി ഇടിക്കണമെന്നുണ്ട്. യെസ്, ഇറ്റ് ഈസ് FO plus UE. തെറ്റിക്കല്ലേ? കിട്ടിയാ? തെറ്റ് മനസ്സിലായ? FO plus UE.
Yes. So length of tube എന്താ വരാ മക്കളെ? Length of tube FO plus UE. UE എത്ര ടൈപ്പ് ഉണ്ട് കുട്ടാ മക്കളെ? UE എത്ര ടൈപ്പ് ഉണ്ട്? 2. എവിടെ? ഇമേജ് ഫോം ചെയ്യുമ്പോ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി വരുമ്പോ FO plus FE. അപ്പോ FE എഴുതാം. ഇമേജ് അറ്റ് D, least distance of distant division ഇമേജ് വരുമ്പോ FO plus UE ക്ക് പകരം പണ്ട് സിമ്പിൾ മൈക്രോസ്കോപ്പിൽ പഠിച്ച ഇക്വേഷൻ എന്താ അറിയോ? FE into D divided by FE plus D. Length of tube. Clear? Yes. അതാണ് കാര്യം. ഇനി ഒരു പോയിന്റ് സാർ പറഞ്ഞുതരാം. ഇമേജ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ സാധനം, ഇമേജ് ഇൻഫിനിറ്റി എന്ന് പറയുന്നതിന് പകരം മറ്റൊരു വാക്ക് പറയാറുണ്ട്, നോർമൽ സെറ്റിംഗ്. കേട്ടോ? അപ്പൊ നോർമൽ സെറ്റിംഗ് എന്നുള്ള വാക്ക് ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ കാണാമെങ്കിൽ ദാറ്റ് മീൻസ് ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. അല്ലെങ്കിൽ റിലാക്സ്ഡ് ആയി, അങ്ങനെയും ചോദിക്കാറുണ്ട്. റിലാക്സ്ഡ് ആയി അതായത് കണ്ണിന് യാതൊരുവിധ സ്ട്രെയിൻ ചെയ്യാതെ കാണാൻ പറ്റുന്നു. റിലാക്സ്ഡ് ആയി എന്ന് പറഞ്ഞാലും ഇമേജ് അറ്റ് ഇൻഫിനിറ്റി. സോ ഇമേജ് അറ്റ് ഇൻഫിനിറ്റിക്ക് 3 വ്യത്യസ്ത പേരുകൾ. ഒന്ന് ഇമേജ് അറ്റ് ഇൻഫിനിറ്റി തന്നെയാണ്, പിന്നെ റിലാക്സ്ഡ് ആയി, പിന്നെ നോർമൽ സെറ്റിംഗ്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇമേജ് അറ്റ് ഇൻഫിനിറ്റിക്ക് നോർമൽ സെറ്റിംഗ് എന്നും റിലാക്സ്ഡ് ആയി എന്നൊക്കെ പേര് വരും. ക്ലിയർ? സോ പരിപാടി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. മക്കളെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് സിമ്പിൾ മൈക്രോസ്കോപ്പ് വെച്ച് തുടങ്ങാം. വാട്ട് ഈസ് ദ മാഗ്നിഫൈയിങ് പവർ ഓഫ് സിമ്പിൾ മൈക്രോസ്കോപ്പ്? നിങ്ങൾ പറഞ്ഞോ, മാഗ്നിഫൈയിങ് പവർ ഓഫ് സിമ്പിൾ മൈക്രോസ്കോപ്പ് എത്രയാണ്? D/U. അയറിനെ D/U. FE എന്ന് പറയരുത് കുട്ടി, D/U. ഓക്കെ, D/U ആണ്. യുക്ക് 2 വാല്യൂസ്. ഇമേജ് അറ്റ് ഇൻഫിനിറ്റി D/FE കഴിഞ്ഞു. D/FE. ഇമേജ് അറ്റ് ഫോക്കസ്, ഇമേജ് അറ്റ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റന്റ് ഡിവിഷൻ. അപ്പൊ D/UE തന്നെയാണ് മക്കളെ. യുക്ക് FE into D/FE plus D. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 plus D/F. അപ്പൊ എവിടെയാ കൂടുതൽ വരിക? ഇമേജ് അറ്റ് ഡിയിൽ ഫോം ചെയ്യുമ്പോഴാണ് മാഗ്നിഫൈങ് പവർ കൂടുക. ഇൻഫിനിറ്റിയേക്കാൾ ഒന്ന് കൂടുക ചെയ്യുക. ക്ലിയർ? അത് കഴിഞ്ഞു. അത്ര പഠിക്കണ്ടോ? അത് കഴിഞ്ഞു. ഇനി കോമ്പൗണ്ട്. മക്കളെ കോമ്പൗണ്ട് ഒരു അപ്പൊ തന്നെ സ്വിച്ച് ചെയ്തോട്ടാ. കോമ്പൗണ്ടിൽ 2 ലെൻസ്, ഒബ്ജക്റ്റീവ് ആൻഡ് ഐപീസ്. ഐപീസ് വിൽ ആക്ട് ആസ് എ, നോക്കിക്കോ, ഐപീസ് വിൽ ആക്ട് ആസ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഒബ്ജക്റ്റീവിന്റെ മാഗ്നിഫൈങ് പവർ -VO/UO. ഒബ്ജക്റ്റീവ് VO/UO ഇൻറ്റു സിമ്പിൾ മൈക്രോസ്കോപ്പ് D/FE അല്ലെങ്കിൽ 1 plus D/FE. യെസ്, D/U. യെസ്, വെരി ഗുഡ് അഞ്ചല. തന്നെയാണ് -VO/UO ഇൻറ്റു D/U. U 2 രീതിയിൽ. ഇമേജ് അറ്റ് ഇൻഫിനിറ്റി D/FE, ഇമേജ് അറ്റ് D 1 plus D/FE. സോ -VO/UO ഇൻറ്റു 1 plus D/FE, -VO/UO ഇൻറ്റു D/FE. ക്ലിയർ? ക്ലിയർ അല്ലേ? യെസ്. ഇനി ലെങ്ത് ഓഫ് ട്യൂബ് നോക്കണം മക്കളെ. ലെങ്ത് ഓഫ് ട്യൂബ് നോക്കുമ്പോൾ VO plus UE. മറ്റോന്റെ ഇമേജ് ഡിസ്റ്റൻസ്, ഇവന്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസ്. VO plus UE. യെസ്. യുഇക്ക് 2 വാല്യൂസ്. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. യുഇക്ക് 2 വാല്യൂസ്. എത്ര തവണ യുഇക്ക് 2 വാല്യൂസ് അറിയോ? ഇമേജ് അറ്റ് ഇൻഫിനിറ്റി VO plus FE. ഇമേജ് അറ്റ് D VO plus FE into D/FE plus D. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനിയുള്ളത് എന്തുട്ടാ? ഇനിയുള്ളത് നമുക്ക് ടെലസ്കോപ്പ്. ടെലസ്കോപ്പിന്റെ മാഗ്നിഫൈങ് പവർ FO/UE. ടെലസ്കോപ്പിന്റെ മാഗ്നിഫൈങ് പവർ FO/UE. യുഇക്ക് 2 വാല്യൂസ്. ഇമേജ് അറ്റ് ഇൻഫിനിറ്റി FO/FE, ഇമേജ് അറ്റ് D FO/FE into D/FE plus D. That is equal to FO/FE into 1 plus FE/D. അത് എഴുതി ഉണ്ടാക്കാവുന്നുള്ളൂ. നിങ്ങൾ ഞാനിപ്പോ പറഞ്ഞു നോക്കണ്ട, ഏത് എഴുതി ഉണ്ടാക്കാവുന്നുള്ളൂ. ക്ലിയർ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ട്യൂബ്? ലെങ്ത് ഓഫ് ട്യൂബ് നോക്കുക. ലെങ്ത് ഓഫ് ട്യൂബ് എന്ന് പറയുമ്പോൾ FO plus UE. യുഇക്ക് 2 വാല്യൂസ്. മക്കളെ സിമ്പിൾ ആണ്. നമ്മള് ബൈഹാർട്ട് പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. നമ്മൾ ഇതിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളില്ല. അർജന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് 4-5 ഇക്വേഷൻസ്. D/UE സിമ്പിളിന്, -VO/UO into D/UE, FO/UE,
FO by UE. കണ്ട 3 ഇക്വേഷൻസ് 3 എണ്ണം ഉള്ളൂ. 3 മൈക്രോസ്കോപ്പ് 3 equipments 3 equations. D by UE simple microscope minus VO by UE into D by UE compound microscope. FO by UE telescope. Astronomical telescope. ഇനി അത് 3 എണ്ണം കഴിഞ്ഞാൽ പിന്നെ യുഇക്കുള്ള കണ്ടീഷൻസ് ആണ്. യുഇക്ക് 2 ഇക്വേഷൻസ് ഉള്ളൂ. ഏതൊക്കെ? UE equal to FE image at infinity. UE equal to FE into D by FE plus D image at D. ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാൻ വേണ്ടോ? 5 ഇക്വേഷൻസ്. Only 5 equations for optical instruments. Is that clear? ഇനി ബുദ്ധിമുട്ടുണ്ടോ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്? ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാല്ല കേട്ടോ മക്കളെ. ഇനി നിങ്ങൾക്കോ അതോ ഇനിയും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല കേട്ടാ. ഞാൻ എന്റെ രീതിയിൽ ഒരു എളുപ്പമാക്കി ഞാൻ തന്നു കഴിഞ്ഞു. ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, യെസ്. അപ്പൊ അതാണ് കാര്യം. ഇനി ഒരു ടെലസ്കോപ്പ് കൂടി പറയാം. ടെറസ്ട്രിയൽ ടെലസ്കോപ്പ്. പേടിക്കണ്ട, അങ്ങനെ സാധനം ഉണ്ട്. ടെറസ്ട്രിയൽ ടെലസ്കോപ്പ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പാണ്. ഈ അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിന്റെ ഫൈനൽ ഇമേജ് ഇൻവെർട്ടഡ് ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പോയി നോക്കിയാൽ മതി, റേ ഡയഗ്രാം നോക്കിയാൽ മതി. ഫൈനൽ ഇമേജ് ഇൻവെർട്ടഡ് ആണ് അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ്, നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞത്. അപ്പോ ഈ അസ്ട്രോണമിക് ടെലസ്കോപ്പ് എന്ന് പറയുമ്പോൾ സൂര്യൻ, അതുപോലെ സ്റ്റാർസ്, പ്ലാനറ്റുകളൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ പ്ലാനറ്റ് ആയാലും സ്റ്റാർ ആയാലും സ്പെറിക്കൽ ഷേപ്പാണ് അല്ലെ? സ്പെറിക്കൽ ഷേപ്പാണ്. അപ്പോ ഫൈനൽ ഇമേജ് ഇൻവെർട്ടഡ് ആണ് അല്ലെ? അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിന്റെ ഫൈനൽ ഇമേജ് ഇൻവെർട്ടഡ് ആണ്. അപ്പൊ ഇൻവെർട്ടഡ് ആയ കാരണം കൊണ്ട് ഇപ്പൊ സ്പിയർ ഇൻവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ, സണ്ണ് സ്പിയർ ഷേപ്പിലാണ്, പ്ലാനറ്റുകളൊക്കെ സ്പിയർ ആണ്, ഹെവൻലി ബോഡീസ്, ഡിസ്റ്റന്റ് ഒബ്ജക്റ്റുകളെ നോക്കാനാണ്. സോ ദേ ആർ ഇൻ സ്പിയർ ഷേപ്പ് അല്ലെ? സ്പിയർ ഇൻവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഷേപ്പിലേക്കൊന്നുമല്ല, സ്പിയർ ഇൻവെർട്ട് ചെയ്താൽ സ്പിയർ തന്നെയാണ്. അപ്പോ സണ്ണിന്റെ ഇമേജ് ഇൻവെർട്ടഡ് ആയി, അല്ലെങ്കിൽ പ്ലാനറ്റിന്റെ ഇമേജ് ഇൻവെർട്ടഡ് ആയി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമില്ല. ഇൻവെർട്ടഡ് ഇമേജ് ഉണ്ടാവുമ്പോൾ പ്രശ്നമൊന്നുമില്ല അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിന്. ഇല്ലല്ലോ, ഉണ്ടാവില്ല. കാരണം സ്പെറിക്കൽ ഷേപ്പ്, സ്പെറിക്കൽ ഷേപ്പ് ഇൻവെർട്ട് ചെയ്താൽ സ്പെറിക്കൽ തന്നെയാണ്. പക്ഷേ നമ്മളിപ്പം ഭൂമിയിലുള്ള ഒബ്ജക്റ്റുകൾ നോക്കുന്നു. ഇപ്പം ഒരു മരം, വളരെ അകലെയുള്ള ഒരു മരത്തിനെ നമ്മൾ നോക്കുന്നു. വളരെ അകലെയുള്ള ഒരു മരത്തിനെ നമ്മൾ നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് ഇൻവെർട്ടഡ് ആയി കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ടെറസ്ട്രിയൽ ബോഡീസ്, അതായത് ഭൂമിയിലുള്ള ബോഡികളെ നമ്മൾ നോക്കുമ്പോൾ വി ഷുഡ് ഗെറ്റ് ഇറക്റ്റ് ഇമേജ്. നമുക്ക് എന്തുണ്ടാവണം മക്കളെ? ഒരു ഇറക്റ്റ് ഇമേജ് ഉണ്ടാക്കാൻ പറ്റണം. ക്ലിയർ ആണല്ലോ? അപ്പോ അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് ഫൈനൽ ഇമേജ് ഇൻവെർട്ടഡ് ആണ്. സോ അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് അതേപോലെ ഭൂമിയിലുള്ള ഒബ്ജക്റ്റിലെ ടെറസ്ട്രിയൽ ബോഡീസിനെ നമുക്ക് നോക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം മക്കളെ? ഒന്ന് ഇറക്റ്റ് ആക്കി മാറ്റണം കേട്ടോ. അതിനൊന്ന് ഇറക്റ്റ് ആക്കി മാറ്റണം. അതിനൊന്ന് ഇറക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യണം, ശ്രദ്ധിച്ചേ കേട്ടോ. ഇത് ഒബ്ജക്റ്റീവ് അസ്ട്രോണമിക്കലിന്റെ. ഇതാ ഞാൻ വരച്ചു തരാം. ഇതാ ഇവിടുന്ന് ഒരു ഇമേജ് ഫോം ചെയ്യുന്നു. ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്തു. A ഡാഷ് B ഡാഷ് ഇൻവെർട്ടഡ് ആണ് കേട്ടോ. ആ ഇൻവെർട്ടറിനെ നേരിട്ട് ഐ പീസിലേക്ക് കടക്കണതിനേക്കാൾ മുമ്പ്, നേരിട്ട് ഐ പീസിലേക്ക് കൊണ്ടുപോകുന്നതിനേക്കാൾ മുമ്പ് മറ്റൊരു കോൺവെക്സ് ലെൻസിൽ കൂടെ കടത്തിവിടുന്നു. ഇതാണ് എക്സ്ട്രാ ഒരു കോൺവെക്സ് ലെൻസ്. എക്സ്ട്രാ ഒരു ലെൻസ് വെക്കും കേട്ടോ മക്കളെ. ഞാൻ പറയുന്നത് ടെറസ്ട്രിയൽ ടെലസ്കോപ്പാണ്, ഭൂമിയിലുള്ള വസ്തുക്കളെ കാണാൻ വേണ്ടിയുള്ള ടെലസ്കോപ്പാണ്. അപ്പൊ അസ്ട്രോണമിക്കലിൽ നിന്ന് സാധാ ടെലസ്കോപ്പിലേക്കുള്ള വ്യത്യാസം ഒരു എക്സ്ട്രാ എന്തുണ്ടാവും? ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ടാവും. ഇത് 2f ആയിരിക്കും. 2f ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഫോക്കൽ ലെങ്ത്തിൽ നിന്ന് 2f ആയിരിക്കും ഈ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ടാവുക. ദിസ് ഇമേജ് വിൽ ആക്ട് ആസ് എൻ ഒബ്ജക്ട് ഫോർ ഹിയർ അല്ലെ? ഈ ലെൻസിന് ഇവൻ എന്തായിട്ട് ആക്ട് ചെയ്യും മക്കളെ? ഇമേജ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഒബ്ജക്റ്റീവ്. ഇമേജ് produced by the objective will act as an object for this extra lens. മക്കളെ അതിന്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് 2f ആണ്. ഈ 2f ഒരു പ്രത്യേകത ഉണ്ടാവും മക്കളെ. ഈ 2f-ലാണ് ഒബ്ജക്ട് ഉണ്ടാവണമെങ്കിൽ ഇമേജ് എവിടെ തന്നെ ഉണ്ടാവുക? 2f തന്നെ ഉണ്ടാവുക അല്ലെ? 2f-ലാണ് ഉണ്ടാവുക. ദ സെയിം സൈസ് ഇമേജ് ഫോം ചെയ്യുക. അപ്പോ ഇവ ഉണ്ടാക്കുന്ന ഇമേജ് ഇവിടെ ഫോം ചെയ്യും മക്കളെ, അതും 2f തന്നെയാണ്. സോ ദിസ് ഇസ് A ഡബിൾ ഡാഷ് B ഡബിൾ ഡാഷ്. ഇവ ഉണ്ടാക്കുന്ന ഇമേജ് A ഡബിൾ ഡാഷ് B ഡബിൾ ഡാഷ്. കണ്ട A ഡബിൾ ഡാഷ് B ഡബിൾ ഡാഷ് എന്ത് ചെയ്തു? ഒന്ന് ഇറക്റ്റ് ആയി, നേരെ കണ്ട നേരെ. എന്നിട്ട് ഐ പീസിലേക്ക് ഇറക്കി വിടും. ഐ പീസ് അവിടെ പോയിട്ട് ഉണ്ടാക്കും മക്കളെ? ഒരു വെർച്വൽ ഇമേജ് ഉണ്ടാക്കും. A ട്രിപ്പിൾ ഡാഷ് B ട്രിപ്പിൾ ഡാഷ് ഒരു എന്തുണ്ടാക്കും മക്കളെ? വെർച്വൽ ഇമേജ് ഉണ്ടാക്കും. ആ വെർച്വൽ ഇമേജ് എന്തായിരിക്കും മക്കളെ? ഇറക്റ്റ് ആയിരിക്കും. കാരണം ഒബ്ജക്റ്റ് എന്താണ് മക്കളെ? ഇറക്റ്റ് ആണ്. അതിന്റെ ഒബ്ജക്റ്റ് ഇറക്റ്റ് ആണ്. സോ വെർച്വൽ ഇമേജ് ഇറക്റ്റ് ആയിരിക്കും.
അപ്പൊ ഫൈനൽ ഇമേജ്, അതായത് എ ട്രിപ്പിൾ ഡാഷ് ബി ട്രിപ്പിൾ ഡാഷ് എന്ന് പറയുന്ന ഫൈനൽ ഇമേജ് ഇറക്റ്റ് ആക്കി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്ട്രാ എന്ത് വെക്കണം മക്കളെ? ഒരു ലെൻസ് വെക്കണം കേട്ടോ. ആ എക്സ്ട്രാ ലെൻസ് വെച്ചപ്പോ ആ എക്സ്ട്രാ ലെൻസിൽ നിന്ന് 2f ഇമേജ് ഫോം ചെയ്തത്. അപ്പൊ 2f അവന്റെ മറ്റവന്റെ ഇമേജ് ഫോം ചെയ്യുക. അതായത് ഇവനെ അറ്റാക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് അറ്റാക്ക് ചെയ്യുക, അത് 2f അപ്പൊ ഇമേജ് എത്രയിലായിരിക്കും മക്കളെ? 2f ഈ 2f വന്നതുകൊണ്ട് സൈസ് മാറുമോ മക്കളെ? ഞാൻ ചോദിക്കുകയാണ്. എക്സ്ട്രാ ലെൻസ് വെച്ചതിന്റെ പേരിൽ സൈസ് മാറുമോ? എക്സ്ട്രാ ലെൻസ് വെച്ചതിന്റെ പേരിൽ സൈസ് മാറുമോ? ഒന്ന് ആലോചിച്ച് പറ. എക്സ്ട്രാ ലെൻസ് വെച്ചതിന്റെ പേരിൽ സൈസ് മാറില്ല, കാരണം 2f സെയിം ആണ്. അപ്പോ മാഗ്നിഫൈങ് പവർ നമ്മൾ നേരത്തെ പറഞ്ഞത് -VO/UO × D/UE കോമ്പൗണ്ട്. സോറി ഇത് ടെലസ്കോപ്പിന്റെ കാര്യല്ലേ? മാഗ്നിഫൈങ് പവർ ഈസ് ഈക്വൽ ടു FO/UE. ടെലസ്കോപ്പ് ഇട്ടാ മാഗ്നിഫൈങ് പവർ ഈക്വൽ ടു FO/UE. പണ്ടത്തെ ഏത് അസ്ട്രോണമിക്കല് അപ്പൊ അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിന്റെ മാഗ്നിഫൈങ് പവറും ടെറസ്ട്രിയൽ ടെലസ്കോപ്പിന്റെ മാഗ്നിഫൈങ് പവറും വല്ല ചേഞ്ച് ഉണ്ടോ? ഇല്ല, FO/UE തന്നെയാണ്. കാരണം നമ്മൾ എക്സ്ട്രാ വെക്കുന്ന ലെൻസ് അവിടെ സൈസ് കൂട്ടല്ല ചെയ്യണേ, ആ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജിനെ എന്താക്കി മാറ്റുന്നു? ഒരു ഇറക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യണേ. അപ്പൊ മാഗ്നിഫൈങ് പവറിൽ മാറ്റം ഉണ്ടാവില്ല. സോ വാട്ട് ഇസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് ആൻഡ് ടെറസ്ട്രിയൽ ടെലസ്കോപ്പ്? വി ആഡ് ആൻ എക്സ്ട്രാ ലെൻസ്. നമ്മളൊരു എക്സ്ട്രാ ഒരു കോൺവെക്സ് ലെൻസ് ആഡ് ചെയ്യും. But that lens will not affect the magnifying power. Magnifying power ne endu illa makale affect illa, FO/UE thaneyanu. But length of tube onu parne, length of tube ne affect cheyum ille? Length of tube ne affect cheyo? യെസ്, ലെങ്ത് ഓഫ് ട്യൂബിനെ എഫക്ട് ചെയ്യും. എത്ര കൂടും മക്കളെ? എത്ര കൂടും? നിങ്ങൾക്ക് എത്ര എക്സ്ട്രാ ഫീൽ ചെയ്യുന്ന അവിടെ? നമുക്ക് എത്ര എക്സ്ട്രാ ഫീൽ ചെയ്യുന്നേ? അയറിനെ 2f ആണോ ഫീൽ ചെയ്യണേ? അപ്പൊ 2f ഈ സൈഡിലേക്ക്, അപ്പൊ ഈ സൈഡിലേക്കും 2f ഇല്ലേ? ഇവിടേക്കും 2f ഇല്ലേ? 2f ആണോ എക്സ്ട്രാ ഫീൽ ചെയ്യണേ? ആണോ എക്സ്ട്രാ ഫീൽ ചെയ്യുന്നത്? എത്ര എക്സ്ട്രാ വരിക? ഇവിടേക്ക് 2f ഉണ്ട്, ഇവിടേക്കും 2f ഉണ്ട്. സോ ലെങ്ത് ഓഫ് ട്യൂബ് നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരം FO+. 2f ആണ് കൂടാ. FO+ UE + 4f. FO + UE + 4f. യെസ്, 4f ആണ് ഇൻക്രീസ് ചെയ്യുക കേട്ടോ. അപ്പോ ലെങ്ത് ഓഫ് ട്യൂബ് ഇൻക്രീസസ് ബൈ 4. കാരണം എന്താ? ലെഫ്റ്റ് സൈഡിലേക്കും ഒരു 2f വരും, റൈറ്റ് സൈഡിലേക്കും ഒരു 2f വരും ഈ ലെൻസ് വെക്കുമ്പോൾ. അപ്പോ 4f ആയിട്ട് ലെങ്ത് ഓഫ് ട്യൂബ് ഇൻക്രീസ് ആവും. ലെങ്ത് ഓഫ് ട്യൂബ് 4f ഇൻക്രീസ് ആവും. മാഗ്നിഫൈങ് പവർ റിമെയിൻസ് സെയിം കേട്ടോ. അതാണ് ടെറസ്ട്രിയൽ ടെലസ്കോപ്പ്. അപ്പൊ ടെറസ്ട്രിയൽ ടെലസ്കോപ്പിൽ 3 ലെൻസ്, നടുക്കിൽ വെക്കുന്ന ലെൻസ് മാഗ്നിഫൈങ് പവറിൽ ചേഞ്ച് വരുത്തില്ല. ഓൺലി അതെന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് ഇൻവേർട്ട് ചെയ്യും, തലതിരിക്കുന്നുള്ള കാര്യം മാത്രമേ നടക്കുന്നുള്ളൂ. ക്ലിയർ ആയോ? Very clear? Yes. Okay. അപ്പോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. യെസ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമുക്ക്. പിന്നെ ഒരു ഗലീലിയോയുടെ ടെലസ്കോപ്പ് ഉണ്ട്. സാധാരണ അതൊന്നും ചോദിക്കാറില്ല, വേണമെന്ന് പറയാം കേട്ടോ. ഗലീലിയോയുടെ ടെലസ്കോപ്പ് ഉണ്ട്. ഒരു കോൺവെക്സ് ലെൻസും ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഒരു കോൺവെക്സ് ലെൻസും ഒരു കോൺകേവ് ലെൻസും യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗലീലിയോ ടെലസ്കോപ്പ് കേട്ടോ. മാഗ്നിഫൈങ് പവർ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. മാഗ്നിഫൈങ് പവർ ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞ FO/FE, അല്ലെങ്കിൽ മാഗ്നിഫൈങ് പവർ ഈക്വൽ ടു FO/FE × 1 + FE/D. ഇക്വേഷൻസ് ഒക്കെ സെയിം ആണ്. സോ മാഗ്നിഫൈങ് പവർ മറ്റേ ടെലസ്കോപ്പിന്റെ, അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിന്റെ അതേ മാഗ്നിഫൈങ് പവർ ആണ് നമ്മുടെ ഗലീലിയോയുടെ ടെലസ്കോപ്പിന് തന്നെ. FO/FE ഇതൊക്കെ തന്നെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സോ മാഗ്നിഫൈങ് പവറിൽ മാറ്റില്ല. പക്ഷെ ലെൻസിലൊരു സംഭവം ഉണ്ട് മക്കളെ. കാസഗ്രെയിൻ ടെലസ്കോപ്പിന്റെ ഇക്വേഷൻസ് വലിയ കാര്യമായിട്ട് നോക്കണ്ട, അങ്ങനെ ചോദിക്കാറില്ല. യെസ്.
അപ്പോ ഇതാണ് ഒരു ലെൻസ് കോൺവെക്സും ഒരു ലെൻസ് എന്തായിരിക്കും മക്കളെ കോൺകേവ് ആയിരിക്കും. മാഗ്നിഫൈങ് പവറിന്റെ ഇക്വേഷൻസിലൊന്നും മാറ്റമില്ല, ആയിക്കടാ മാറ്റമില്ല. പക്ഷെ ലെങ്ത് ഓഫ് ട്യൂബിൽ ഒരു ചെറിയൊരു മാറ്റം ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം. ലെങ്ത് ഓഫ് ട്യൂബ് കേട്ടോ, നമ്മുടെ ഗലീലിയോയുടെ ടെലിസ്കോപ്പിലുള്ള ലെങ്ത് ഓഫ് ട്യൂബ് എന്ന് പറയുന്നത് FO മൈനസ് UE ആണ്. FO മൈനസ് UE ആണെന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. FO മൈനസ് UE കേട്ടോ. അപ്പൊ FO മൈനസ് UE ആണ് ഗലീലിയോയുടെ ടെലിസ്കോപ്പിന്റെ ലെങ്ത് ഓഫ് ട്യൂബ്. മറ്റോടെ എന്തായിരുന്നു മക്കളെ? FO പ്ലസ് UE ആയിരുന്നു കേട്ടോ. ഇവിടെ FO മൈനസ് UE. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമ്മുടെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. യെസ്. അപ്പൊ ഇതിലത്തെ ക്വസ്റ്റ്യൻസ് മക്കളെ എന്ത് ചെയ്ത് നോക്കുക. ഇപ്പൊ നമ്മള് സിൽവറിംഗ് ഓഫ് ലെൻസ് പറഞ്ഞു തുടങ്ങിയതാണ്. സിൽവറിംഗ് ഓഫ് ലെൻസ്. പിന്നെ ഒരാൾ എനിക്ക് അക്രോമാറ്റിക് കോമ്പിനേഷൻ ഓഫ് ലെൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ അയച്ചിട്ടുണ്ടായിരുന്നു. അക്രോമാറ്റിക് കോമ്പിനേഷൻ ഓഫ് ലെൻസ് അത് ആരാണെന്നോ എനിക്കോ ഇവിടെ ഉണ്ടോ, ഇന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? അക്രോമാറ്റിക് കോമ്പിനേഷൻ ഓഫ് ലെൻസ്. യെസ്, ഷാരോൺ ആണല്ലേ. യെസ്, ഷാരോണ് അക്രോമാറ്റിക് കോമ്പിനേഷൻ ഓഫ് ലെൻസിന്റെ ഒരു സംഭവം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും പറഞ്ഞു തരാനുള്ള സമയം നമുക്ക്, ദിസ് ഈസ് ക്രാഷ് പ്രോഗ്രാം എന്നുള്ള കാര്യം നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ക്രാഷ് ആണ്, എന്നാലും നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു തരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തരാനാണെങ്കിൽ, ഈ സാധാരണ ഒരു ലെൻസ് മക്കളെ, ലെൻസിൽ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ലെൻസിൽ കൂടെ നമ്മൾ ലൈറ്റ് കടത്തി വിടുകയാണെങ്കിൽ എല്ലാ കളറുകളും ഒരേ സ്ഥലത്താണോ ഫോക്കസ് ചെയ്യുക? എല്ലാ കളറുകളും ഒരേ സ്ഥലത്താണോ ഫോക്കസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും മക്കളെ? എല്ലാ കളറുകളും ഒരേ സ്ഥലത്തല്ല എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. ഫോക്കൽ ലെങ്ത് ഓഫ് റെഡ് വയലറ്റിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് മക്കളെ? ഫോക്കൽ ലെങ്ത് ഓഫ് റെഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഫോക്കൽ ലെങ്ത് ഓഫ് വയലറ്റ്. ഓർമ്മയുണ്ടോ നമുക്ക്? ഫോക്കൽ ലെങ്ത് ഓഫ് റെഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഫോക്കൽ ലെങ്ത് ഓഫ് എന്ത്, നമ്മൾ വയലറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? പഠിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഫോക്കൽ ലെങ്ത് ഓഫ് റെഡ് മൈനസ് ഫോക്കൽ ലെങ്ത് ഓഫ് വയലറ്റ്, ഇതിനാണ് നമ്മൾ ക്രോമാറ്റിക് അബറേഷൻ എന്ന് വിളിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ ലെൻസിലേക്ക് പോയിട്ടാ ക്രോമാറ്റിക് അബറേഷൻ, FR മൈനസ് FV എന്നിവയാണ് നമ്മൾ വിളിക്കുന്നത് ക്രോമാറ്റിക് അബറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ലെൻസിൽ കൂടെ നമ്മൾ ഒരു വൈറ്റ് ലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ, ഈ വൈറ്റ് ലൈറ്റിലുള്ള എല്ലാ കളറുകളും ഫോക്കസ് ചെയ്യുന്ന ഒരേ സ്ഥലത്തല്ല. റെഡ് ഫോക്കസ് ചെയ്യുന്നതും വയലറ്റ് ഫോക്കസ് ചെയ്യുന്ന സ്ഥലങ്ങൾ തമ്മിൽ എന്തുണ്ട് മക്കളെ? വ്യത്യാസമുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വൈറ്റ് ലൈറ്റ് നമ്മൾ ഒരു ലെൻസിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഒരു ഡിഫറെന്റ് കളേർഡ് ആയിട്ടുള്ള ഒരു ബ്ലേഡ് ഇമേജ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഫോം ചെയ്യാം. അപ്പൊ കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഇമേജ് നമുക്ക് അവിടെ ഫോം ചെയ്യില്ല വൈറ്റ് ലൈറ്റ് കടത്തി വിടുമ്പോൾ കേട്ടോ. അത് കാരണം ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാരണം നമ്മുടെ ലാബിൽ സോഡിയം വേപ്പർ ലാമ്പ് യൂസ് ചെയ്യണേ. ലെൻസിന്റെ എക്സ്പെരിമെന്റിലൊക്കെ സോഡിയം വേപ്പർ ലാമ്പ് യൂസ് ചെയ്യണേ, യെല്ലോ കളർ. അപ്പൊ വൈറ്റ് ലൈറ്റ് ആണ് നമ്മൾ കടത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ കളറുകൾക്കും ഒരേ ഫോക്കൽ ലെങ്ത് അല്ലാത്ത കാരണം കൊണ്ട് പല കളറുകളും പല സ്ഥലത്തായിട്ട് ഫോക്കസ്ഡ് ആവുക. ദാറ്റ് മീൻസ് നമുക്കൊരു കളേർഡ് ആയിട്ടുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു എന്ത് കിട്ടും മക്കളെ, ഇമേജ് കിട്ടും. ദാറ്റ് ഡിഫക്ട് ഈസ് നോൺ ആസ് ക്രോമാറ്റിക് അബറേഷൻ. ആ ക്രോമാറ്റിക് അബറേഷന്റെ വാല്യൂ ആണ് മക്കളെ FR മൈനസ് FE. അതിന്റെ വാല്യൂ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ക്രോമാറ്റിക് അബറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, FR മൈനസ് FE എന്ന് ചെയ്താൽ മതി. ഇനി ഈ ക്രോമാറ്റിക് അബറേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കോമ്പിനേഷൻസ് യൂസ് ചെയ്യാം. അതാണ് ഈ ക്രോമാറ്റിക് അബറേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസിന്റെ കോമ്പിനേഷൻസിനെ നമ്മൾ അക്രോമാറ്റിക് കോമ്പിനേഷൻ ഓഫ് ലെൻസ് എന്ന് വിളിക്കുക. കേട്ടോ ഷാരോണെ? കേട്ടോ? ക്രോമാറ്റിക് അബറേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കോമ്പിനേഷൻ ഓഫ് ലെൻസ് യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അക്രോമാറ്റിക് കോമ്പിനേഷൻ ഓഫ് ലെൻസസ് എന്ന് വിളിക്കുക കേട്ടോ. അക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ ക്രോമാറ്റിക് അബറേഷൻ ഒഴിവാക്കാൻ വേണ്ടി. ഞാൻ അതിന്റെ ജസ്റ്റ് ഇക്വേഷൻ പറഞ്ഞുതരാം, അതെങ്ങനെ വന്നതെന്ന് കുറച്ചുകൂടി നല്ല രസമാണ്. ഡിഫറൻഷിയേഷൻ ഒക്കെ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒരു ഇക്വേഷൻ പറഞ്ഞുതരാം മക്കളെ. ω/F1 പ്ലസ് ω2/F2 ഈക്വൽ ടു 0. ഇതാണ് അക്രോമാറ്റിക് കോമ്പിനേഷന്റെ ഇക്വേഷൻ. ω1/F1 പ്ലസ് ω2/F2 ഈക്വൽ ടു 0. ω1 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഡിസ്പേഴ്സീവ് പവർ ഇന്ന് പറഞ്ഞത് കേട്ടോ. ഡിസ്പേഴ്സീവ് പവർ ഓഫ് ഫസ്റ്റ് ലെൻസ് ബൈ ഫസ്റ്റ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പ്ലസ് ഡിസ്പേഴ്സീവ് പവർ ഓഫ് സെക്കൻഡ് ലെൻസ് ബൈ സെക്കൻഡ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു 0. അതായത് നമുക്ക് ഇങ്ങനെ പറയാം, ω1/F1 ഈസ് ഈക്വൽ ടു മൈനസ് ω2/F2. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ അക്രോമാറ്റിക് കോമ്പിനേഷൻ. അക്രോമാറ്റിക് കോമ്പിനേഷന്റെ കണ്ടീഷൻ ആണ് ω1/F1 ഈക്വൽ ടു മൈനസ് ω2/F2. Then F2/F1 ഈസ് ഈക്വൽ ടു മക്കളെ, F2/F1 ഈസ് ഈക്വൽ ടു മൈനസ് ω2/ω1. F2/F1 ഈസ് ഈക്വൽ ടു മൈനസ് ω2/ω1 കേട്ടോ. അതിലൊരു മൈനസ് വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. F1 ഈക്വൽ ടു അല്ലെങ്കിൽ F2 ഈക്വൽ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ, ഇപ്പൊ F2 ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ എഴുതാം. F2 നമ്മൾ അങ്ങോട്ട് എടുത്തു, ബാക്കിയുള്ള അതിനെ അങ്ങോട്ട് വിടുക. F2 ഈക്വൽ ടു മൈനസ് ω2/F1 ഡിവൈഡഡ് ബൈ ω1. ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. F2 ഈക്വൽസ് മൈനസ് ω2 ഇൻറ്റു F1/ω1 എന്നുള്ള ഇക്വേഷൻ കിട്ടും. അപ്പൊ ഒരു മൈനസ് സൈൻ വരുന്നുണ്ട് അല്ലെ. അപ്പൊ മൈനസ് സൈൻ വരുമ്പോ എന്താ, ഒരാളുടെ ഫോക്കൽ ലെങ്ത് മറ്റാളുടെ ഫോക്കൽ ലെങ്ത് തമ്മിൽ എന്തുണ്ട്, സൈനിൽ ഒരു വ്യത്യാസം ഉണ്ട് അല്ലെ. F2ന്റെ ഇക്വേഷനിൽ മൈനസ് വരുന്നുണ്ട്, മൈനസ് ഓഫ് F1 ആണ്. അപ്പോ ഒരാൾ പോസിറ്റീവ് ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ ഒരാൾ നെഗറ്റീവ് ഫോക്കൽ ലെങ്ത്. ദാറ്റ് മീൻസ് ഒരാൾ കോൺവെക്സ് ആണെങ്കിൽ ഒരാൾ എന്തായിരിക്കും മക്കളെ, കോൺകേവ് ആയിരിക്കും. സോ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും കൂടി ഫോം ചെയ്ത ഒരു കോമ്പിനേഷന് എന്ത് ഒഴിവാക്കാൻ പറ്റും, ക്രോമാറ്റിക് അബറേഷൻ എന്നുള്ള ഡിഫക്ട് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, ഒഴിവാക്കാൻ പറ്റും. ഇതാണ് ഇക്വേഷൻ. ω1/F1 പ്ലസ് ω2/F2 ഈക്വൽ ടു 0.
കേട്ടോ. അപ്പോ ഒമേഗ 1 എന്ന് പറയുമ്പോൾ നമ്മുടെ ഏതാന്ന് മനസ്സിലാക്കണം, നമ്മുടെ ഡിസ്പേഴ്സീവ് പവർ ആണെന്ന് മനസ്സിലാക്കണം കേട്ടോ. ഡിസ്പേഴ്സീവ് പവറിന്റെ ഇക്വേഷൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഡിസ്പേഴ്സീവ് പവർ ഒമേഗ ഈക്വൽ ടു മക്കളെ ഡിസ്പേഴ്സീവ് പവർ ഒമേഗ ഈക്വൽ ടു dn ഡിവൈഡ് ബൈ n-1. ഓർമ്മയുണ്ടോ ഷാരോണ? dn മൈനസ് n-1. dn നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ബൈ n-1 ആണ് നമ്മൾ ഡിസ്പേഴ്സീവ് പവറിന്റെ ഇക്വേഷൻ കേട്ടോ. അപ്പോ ഡിസ്പേഴ്സീവ് പവർ ഇനി രണ്ട് ലെൻസുകളുടെയും ഡിസ്പേഴ്സീവ് പവർ ഈക്വൽ ആണെങ്കിൽ, ഇപ്പൊ രണ്ട് ലെൻസുകളുടെയും ഡിസ്പേഴ്സീവ് പവർ ഈക്വൽ ആണെങ്കിൽ എന്ന് പറയുമ്പോൾ അവർ സെയിം മെറ്റീരിയൽ ആണെങ്കിൽ അപ്പൊ ഒമേഗ 1 ഒമേഗ 2 എന്താണെങ്കിൽ മക്കളെ ഈക്വൽ ആണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ പറയാലോ f1 ഈസ് ഈക്വൽ ടു മൈനസ് f2. ദാറ്റ് മീൻസ് അവരുടെ ഫോക്കൽ ലെങ്തുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ രണ്ട് ലെൻസുകളുടെ ഡിസ്പേഴ്സീവ് പവറുകൾ ഈക്വൽ ആണെങ്കിൽ അവരുടെ ഫോക്കൽ ലെങ്തുകളും ഈക്വൽ ആവും. പക്ഷെ ഒരാൾ കോൺവെക്സ് ആയിരിക്കും, ഒരാൾ എന്തായിരിക്കും? കോൺകേവ് ആയിരിക്കും. ദാറ്റ് കോമ്പിനേഷൻ വിൽ പ്രൊഡ്യൂസ് എൻ അക്രോമാറ്റിക് ഇഫക്ട്. ക്ലിയർ ആയോ? ഇതാണ് അക്രോമാറ്റിക് കോമ്പിനേഷൻ. ഇതിങ്ങനെയല്ലാത്ത മക്കളെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് അതിനുള്ള എന്തില്ല, ടൈം നമുക്കില്ല. കാരണം നിങ്ങളെല്ലാവരും ക്രാഷിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ മറ്റേ സാധാരണ ബാച്ചിലേക്കാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാം. ഓക്കെ, യെസ്. അപ്പൊ ഒരു ആൾ കോൺവെക്സ് ആയിരിക്കും, ഒരാൾ എന്തായിരിക്കും? കോൺകേവ് ആയിരിക്കും. യെസ്, ഓക്കെ. അപ്പൊ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നിങ്ങൾ ചെയ്തു നോക്കുക. നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് വെച്ച് തന്നെ വരുള്ളൂ. വിത്തൗട്ട് ഡീവിയേഷൻ, വിത്തൗട്ട് ഡിസ്പേർഷൻ, കോമ്പിനേഷൻ ഓഫ് പ്രിസം വരും. പിന്നെ പ്രിസത്തിന്റെ ആംഗിൾ ഓഫ് റിഫ്രാക്റ്റിംഗ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ചോദ്യം വരാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. പിന്നെ കണ്ടീഷൻ ഫോർ നോ എമർജൻസി, ഇതൊക്കെ പ്രീവിയസ് ഇയർ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യിക്കുന്നില്ലെങ്കിലും മക്കളെ ക്വസ്റ്റ്യൻസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ പ്രീവിയസ് ഇയർ ചോദിച്ചതാണ് കണ്ടീഷൻ ഫോർ നോൺ എമർജൻസി. നിങ്ങൾ പോയി നോക്കിയാൽ മതി, കാണാം. അപ്പൊ ആംഗിൾ ഓഫ് പ്രിസം ഈസ് ഗ്രേറ്റർ ദാൻ 2c. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഈ സംഭവം, ഏത് സംഭവം? ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നോക്കി ചോദ്യങ്ങൾ ചെയ്ത് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഫോൺ നമ്പർ ഉണ്ടല്ലോ, അതിലേക്ക് വാട്സാപ്പ് ചെയ്യാം. വാട്സാപ്പ് ചെയ്ത് ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, കുറെ പേരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അതിനുള്ള ചാൻസ് ഉണ്ട്. അവര് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. നമുക്കിനി വേ ഓപ്റ്റിക്സ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വേ ഓപ്റ്റിക്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേ ഓപ്റ്റിക്സ് ചെയ്യാം. അപ്പൊ അതിനെ കുറിച്ച് ജസ്റ്റ് ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് വന്നോളൂ മക്കളെ. ഞാൻ ഹൈജീൻസിന്റെ പ്രിൻസിപ്പിളും വേവ് ഫ്രണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല, അതിനുള്ള സമയങ്ങളൊന്നും അല്ലത്. വേവ് ഫ്രണ്ട് എന്താണ്? വേവ് ഫ്രണ്ട് പല ഷേപ്പുകൾ, പോയിന്റ് സോഴ്സിന് സ്പെറിക്കൽ ആണ്, ലൈൻ സോഴ്സിന് സിലിണ്ടറിക്കൽ ആണ്. അത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് വരാം. വേവ് തിയറി ഒക്കെ പഠിച്ചു വരാം. വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ഇന്റർഫറൻസ്. നമ്മൾ ഇന്റർഫറൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. YDSC പോവും, ഡിഫ്രാക്ഷൻ പറയും, അതേപോലെ പോളറൈസേഷൻ പറയും കേട്ടോ. മെയിൻ കാര്യങ്ങൾ പറയും. അപ്പോ വേവ് ഫ്രണ്ട് എന്താണെന്നും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, നമ്മൾ പറയില്ല. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്റർഫറൻസ് വെച്ചിട്ടായിരിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേ ഓപ്റ്റിക്സ് തീർക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും അടുത്ത ക്ലാസ്സിൽ അതൊന്നും വായിച്ചിട്ട് വരണം. നിങ്ങൾ കേൾക്കാത്ത കുറെ പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേ ഓപ്റ്റിക്സ് പറയാം. ഓക്കെ, അപ്പൊ അതുവരെ ഇത് എന്ത് ചെയ്യാം മക്കളെ? പഠിച്ച് എന്ത് ചെയ്യാം? ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോ ബൈ.